പ്രൈസ് ലോർഡ്. Praise Lord. കർത്താവിന്റെ അതിപരിശുദ്ധ നാമത്തെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതത്തിനായി സ്തോത്രം ചെയ്യുന്നു. ശ്രേഷ്ഠ കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ജോൺ ഐസക് ആൻഡ് കർത്തൃദാസി എൽസമ്മ കടന്നു വന്ന എല്ലാ ശ്രേഷ്ഠ ദേവദാസന്മാർക്കും ദൈവമക്കൾക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എന്റെ സ്നേഹവന്ദനം. കർത്താവിന്റെ ദാസൻ പറഞ്ഞ പോലെ നമ്മൾ മുൻ പരിചയമില്ല എങ്കിലും ക്രിസ്തുവിന്റെ രക്തത്താൽ നമ്മൾ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളും സഹോദരങ്ങളുമാണ്. ആ ഒരു അനുഗ്രഹത്തിലേക്ക് ദൈവം നമ്മളെ കൂട്ടിക്കൊണ്ടുവന്ന് കർത്താവിന്റെ ദാസൻ പറഞ്ഞതുപോലെ എൻ്റെ പേര് ദീന വിജയൻ. ഞാൻ കുവൈറ്റിൽ നിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്. എൻ്റെ സിസ്റ്ററാണ് ദീപ ഇന്ത്യയിൽ നിന്ന് ജോയിൻ ചെയ്തിട്ടുണ്ടെന്ന്. ദൈവം ഞങ്ങളെ കരുണാസമ്പന്നനായ ദൈവം തൻ്റെ വാഗ്ദത്ത പ്രകാരം നമ്മളെ കാലാകാലങ്ങളായി പല സ്ഥലങ്ങളിലും രാജ്യങ്ങളിലും ദേശത്തുമായിരുന്നു നമ്മളെ വിളിച്ചു വേർതിരിച്ചു. കർത്താവിന്റെ നാമനിമിത്തം ഭൂമിയിൽ നിന്ന് നമ്മളെ ജീവനോടെ ശേഷിപ്പിച്ചിരിക്കുന്ന ദൈവത്തിന്റെ വലിയ വൻ കൃപയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവായ യേശു ക്രിസ്തുവിന്റെ രക്തമുഖാന്തരം ഉള്ള വീണ്ടെടുപ്പ്, ആ വീണ്ടെടുപ്പിന്റെ വില മുഖാന്തരം നമ്മൾ ഇന്ന് ഈ ഭൂമിയിലായിരിക്കുന്നു. അത് നമുക്ക് നിത്യത മുതൽ നിത്യത വരെയുള്ള ആ ദൈവത്തിന്റെ സ്നേഹം, എവർ ലാസ്റ്റിംഗ് ലവ്, അതായത് ആ ദൈവസ്നേഹം പിതാവായ ദൈവം കർത്താവായ യേശു ക്രിസ്തുവിനെ ഭൂമിയിലേക്ക് അയക്കുമ്പം സകല മാനവരാശിയുടെയും പാപങ്ങളുടെ പരിഹാരത്തിനായിട്ടാണ് ദൈവം അയക്കുന്നത്. അത് വിശ്വസിച്ച നമ്മൾക്ക് ദൈവമക്കളാകുവാനുള്ള അവകാശം ദൈവം തന്ന്, ആ അവകാശമാണെന്ന് നമ്മളെ സന്തോഷത്തോടെ അല്ലെങ്കിൽ സ്നേഹത്തോടെ ഈ കൂട്ടായ്മയിലായിരിക്കും തക്കോണ ദൈവമായ കർത്താവ് നമ്മളെ സഹായിച്ച സഭയുടെ ഓരോ അവയവങ്ങളായി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ ദൈവം നമ്മളെ ആക്കി ദൈവരാജ്യത്തിന്റെ വ്യാപ്തിക്ക് വേണ്ടി നമ്മളാൽ ആവോളം ദൈവം ചെയ്ത ഉപകാരങ്ങളെ നന്മകളെ ഘോഷിപ്പാൻ ദൈവം തിരഞ്ഞെടുത്ത വലിയ ഭാഗ്യത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതത്തിനായി നന്ദിയോടെ വീണ്ടും സ്തോത്രം ചെയ്യാണ്. അനേകർ ഈ പ്രഭാതം കാണാതെ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ട സ്ഥാനത്ത് രോഗത്തിലും കഷ്ടത്തിലും പ്രയാസത്തിലും ദുഃഖത്തിലുമായിരിക്കുന്ന സമയത്ത് ദൈവം സന്തോഷത്തോടെ ജീവനുള്ള ദൈവത്തെ ആരാധിക്കുവാൻ, ദൈവത്തെ മുഖം കണ്ട് ദൈവത്തെ സ്തുതിക്കുവാൻ തക്കോണം ദൈവം നമ്മളെ ആക്കി. അതിനായി ദൈവത്തോട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഈ സമയത്തിനായി സ്തോത്രം. എല്ലാവർക്കും നന്ദി പറയുന്നു. ഞാൻ ഒരു വാക്ക് പ്രാർത്ഥിക്കട്ടെ. ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ നല്ല കർത്താവേ, ഈ നല്ല സമയത്തിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്ന കർത്താവെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലായിരുന്നുകൊണ്ട് ഈ സൂം ഹാലേലിയ പ്ലാറ്റ്ഫോമിലൂടെ കർത്താവെ നിന്റെ മക്കളാകുന്ന ഞങ്ങൾ ഒരുമിച്ച് തിരുസന്നിധിയിലേക്ക് അടുത്തു വരികയാണ്. കർത്താവെ, നീ ഞങ്ങളോട് മനസ്സല്ലേ, ഞങ്ങളോട് കരുണ തോന്നി നീ ഞങ്ങളെ സ്നേഹിച്ച ആ മഹാസ്നേഹ നിമിത്തം ഞങ്ങൾക്ക് ഒരുമിച്ച് അങ്ങയുടെ പാദപീഠത്തിലായിരിക്കാൻ തന്ന കൃപയ്ക്കായി സ്തോത്രം. ലോകത്തിന്റെ അവസാനത്തോളം എല്ലാ നാളും ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടെന്ന് അരുളി ചെയ്ത ദൈവം, ഈ ദിവസങ്ങൾ വാർദ്ധക്യം വരെ ഞാൻ അനന്യൻ എന്ന് അരുളി ചെയ്ത ദൈവം, നരയ്ക്കുവോളം ഞാൻ നിങ്ങളെ ചുമക്കാമെന്ന് അരുളി ചെയ്ത ദൈവം, ഹാലേലൂയ ദൈവമേ, ഈ നല്ല സ്നേഹത്തിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി സ്ഥലം ഒരുക്കാൻ പോകുന്നു. ഞാൻ സ്ഥലം ഒരുക്കിയ ശേഷം വന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നുള്ള ആ വാഗ്ദത്തം, അതിനുവേണ്ടി ഞങ്ങൾ പ്രത്യാശയോടെ കാത്തിരിക്കുകയാണ് കർത്താവെ. ആ പ്രത്യാശയിൽ ഞങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരായി മുന്നോട്ട് പോകുവാൻ ഇന്നത്തെ ഈ മീറ്റിംഗ് ഞങ്ങൾക്ക് എല്ലാവർക്കും അനുഗ്രഹമായി തീരുവാൻ ഇടയാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അബ്രഹാമിനോടുള്ള വാഗ്ദത്തം, ഹാലേലൂയ കർത്താവ് അബ്രഹാമിന്റെ സന്തതിയായി ദാവീദിന്റെ സന്തതിയായി കർത്താവായ യേശു ക്രിസ്തു ഭൂമിയിലേക്ക് കടന്നു വരുമെന്നുള്ള ആ വാഗ്ദത്തം, ഹാലേലൂയ അത് നിവർത്തിച്ച് മരിച്ചടക്കപ്പെട്ട് ഞങ്ങൾക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റ് അവസാനത്തുള്ളി രക്തം വരെയെ ഞങ്ങൾക്ക് വേണ്ടി ദാനം തന്ന് ഞങ്ങളെ വീണ്ടെടുത്ത ആ കർത്താവിന്റെ മുഖത്തേക്ക് നോക്കുവാൻ തക്കോണം ഞങ്ങളെ, ഹാലേലൂയ, നീ അനുഗ്രഹിച്ച കൃപയ്ക്കായി സ്തോത്രം. വീണ്ടെടുപ്പിനായി നന്ദിയോടെ സ്തുതിക്കുന്ന കർത്താവെ സ്തോത്രം ചെയ്യുന്നു. പ്രത്യാശയോടെ ഞങ്ങളായിരിക്കുന്നതിന്റെ ശബ്ദം നീ ഞങ്ങളെ കേൾപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കും. പ്രാർത്ഥന കേട്ട കൃപയ്ക്കായി സ്തോത്രം. സകലം ഞങ്ങൾക്കായി ജീവൻ തന്ന ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. സ്തോത്രം. കൃപയാൽ ദൈവം, ഞാനൊരു ഹിന്ദു കുടുംബത്തിലാണ് ജനിച്ച് വളർത്തപ്പെട്ടത്. എൻ്റെ മാതാപിതാക്കൾക്ക് 3 മക്കളാണ് ഞങ്ങൾ. ഏറ്റവും മൂത്തത് ഞാൻ. എൻ്റെ പേര് ദീന. എൻ്റെ അനിയത്തി ദീപ. എൻ്റെ ഏറ്റവും ഇളയ അനിയത്തി ഒരാളുണ്ട്, ദിവ്യ. എൻ്റെ മാതാവിൻ്റെ പേര് സരളമ്മ, പിതാവ് രവികുമാർ. ഞങ്ങൾ 3 മക്കളായിരുന്നു. അതിനകത്തുനിന്ന് ദൈവം കൃപയാൽ എന്നെ ആദ്യ ഫലമായിട്ട് ഭവനത്തിൽ നിന്ന് വിളിച്ച് വേർതിരിക്കുവാനായിട്ട് ഇടയായി തീർന്നു. അനാദികാലമുള്ള ദൈവത്തിന്റെ പദ്ധതി, ആലല്യ ഭൂമി ലോകസ്ഥാപനം ഉണ്ടാകുന്നതിന് മുമ്പ്, അത് എൻ്റെ വീട്ടിലാണെന്നല്ലേ അനവധി അമ്പലങ്ങളും കുടുംബങ്ങളും ആ ഒരു ആരാധനയില് ഞങ്ങൾ ആയിരുന്നിടത്ത് നിന്ന് ദൈവം ഒരു മുഖാന്തരം ഒരുക്കി. കർത്താവായ യേശു ക്രിസ്തുവിനെ ഹാലയിലെ കണ്ടുമുട്ടുവാൻ തക്കോണം ദൈവം വലിയ ഭാഗ്യം തന്നു. ആ ഭാഗ്യം ഹാലയിലെ സ്വർഗത്തിലെ ഹാലയിലെ ദൈവത്തെ, നമ്മുടെ പ്രത്യാശ കർത്താവായ യേശു ക്രിസ്തുവിനെയും പിതാവായ ദൈവത്തെ മുഖാമുഖം കണ്ട് ആരാധിക്കും. ആ പ്രത്യാശയാണ് നമുക്കുള്ളത്. അതുകൊണ്ട് സന്തോഷത്തോടെ ഇന്ന് ഭൂമിയിൽ കഷ്ടങ്ങളും പ്രയാസങ്ങളും രോഗങ്ങളും ദുഃഖങ്ങളും ഹാലലിയ ഏത് സാഹചര്യമായിക്കോട്ടെ, ഹാലലിയ ദൈവത്തിന് സന്തോഷത്തോടെ ഭൂമിയിലായിരിക്കാൻ ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിച്ചു. ആയിരിക്കുന്നിടത്ത് നമ്മളെ ദൈവം കാത്തുപരിപാലിച്ചു. ഞാൻ ആക്ച്വലി ബോംബെയിലേക്ക് കമ്പ്യൂട്ടർ പഠിക്കാനായിട്ട് എൻ്റെ അങ്കിളിൻ്റെ ആൻറ്റിയുടെ അടുത്തേക്ക് കടന്നു പോകുമ്പോൾ അവിടെ വെച്ചാണ് ഞാൻ രക്ഷിക്കപ്പെടുന്നതും ബോംബെ വെച്ചാണ് സ്നാനപ്പെടുന്നതും. അതിനുശേഷം ദൈവകൃപയാൽ വിവാഹം കഴിഞ്ഞ് കുവൈറ്റിലേക്ക് കടന്നു വരുവാൻ ഇടയായി തീർന്നു. ഒരുപാട് അതിന് പിന്നിൽ ഒത്തിരി പ്രയാസങ്ങളും കഷ്ടതകളും ഉണ്ട്. നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ഒരു
വീട്ടിലെ മൂത്ത മോള് പഠിക്കാനെന്ന് പറഞ്ഞു പോയ ഒരാള് വിശ്വാസത്തിലേക്ക് കടന്നു വരുമ്പം അകത്തുണ്ടാകുന്ന പ്രതികൂലങ്ങൾ എന്തുമാത്രമായിരിക്കും എന്നുള്ളത്. എൻ്റെ പിതാവ് വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു പിതാവായിരുന്നു. എൻ്റെ നമ്മളൊരു അദ്ദേഹത്തിന്റെ അനുവാദമില്ലാതെ ഒന്നും ചെയ്യാൻ അനുവദിക്കാത്ത, എന്നാൽ അദ്ദേഹം സ്നാനപ്പെട്ട് 10 വർഷം വിശ്വാസത്തിൽ ജീവിച്ചതിന് ശേഷമാണ് ഈ ഭൂമിയിൽ നിന്ന് 2017 മാറ്റപ്പെട്ടു പോകാനിടയായി തീർന്നത്. അവരെല്ലാവരെയും ഹാലിലെ കുടുംബത്തിൽ ഓരോരുത്തരെ ദൈവം വിളിച്ചു വേർതിരിക്കാൻ വലിയ ദൈവത്തിന്റെ പ്രവൃത്തി അടിയന്റെ ഭവനത്തിൽ ദൈവം ചെയ്യുവാനിടയായി തീർന്നു. അവന്റെ മുമ്പേ അവന്റെ രാജ്യവും നീതി അന്വേഷിക്കാൻ പറഞ്ഞ ദൈവം അതോടുകൂടെ സകലതും നൽകി തരാമെന്ന് പറഞ്ഞ ദൈവം, ആ ദൈവത്തിന്റെ വലിയ പ്രവൃത്തി കണ്ണാലെ ഈ ഭൂമിയിൽ കാണുവാൻ തക്കണം അനവധി അത്ഭുതങ്ങൾ, അടയാളങ്ങൾ എല്ലാം അടിയന്റെ ഭവനത്തിൽ ദൈവം ചെയ്യുവാനിടയായി തീർന്നു. അത് ഒന്നു മുതൽ എങ്ങനെ വർണ്ണിക്കണമെന്ന് അറിയത്തില്ല. ഒത്തിരി കാര്യങ്ങളുണ്ട്. 1 മണിക്കൂർ നമുക്ക് ദൈവവചനത്തിൽ നിന്ന് അല്പം ചിന്തിക്കണം. എൻ്റെ സാക്ഷ്യം, എന്നാൽ പൂർണ്ണമായിട്ട് എൻ്റെ സാക്ഷ്യം ആസാദിയിലെ കഴിഞ്ഞ ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പാസ്റ്റർ ഫിന്നിയും സിസ്റ്റർ സാൻഡിയും അവർ റിക്വസ്റ്റ് ചെയ്തതിൻ്റെ പേരിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അത് കേൾക്കാം. ഫുൾ ഒരു 50 to 60, 75% സാക്ഷ്യം അതിനകത്ത് പറയുവാനായിട്ട് ദൈവം കൃപ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും കേൾക്കാം. എന്നാൽ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് കർത്താവായ യേശു ക്രിസ്തു യെരമ്യാവിന്റെ പ്രവചനപുസ്തകം 31-ാം അധ്യായത്തിൽ പറയുന്നു, നിത്യസ്നേഹം കൊണ്ട് ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കുന്നു, അതുകൊണ്ട് ഞാൻ നിനക്ക് ദയ ദീർഘമാക്കിയിരിക്കുന്നു. ആ ഒരു എവർലാസ്റ്റിംഗ് സ്നേഹം, ദൈവത്തിന്റെ ആ സ്നേഹത്തെക്കുറിച്ച് പറയാനാണ് ഞാൻ ഇന്ന് കടന്നു വന്നത്. ദൈവം നമ്മളെ സ്നേഹിച്ചു തന്റെ പുത്രനെ ഭൂമിയിലേക്ക് അയക്കുമ്പം ആ ഒരു വലിയ അനുഗ്രഹിക്കപ്പെട്ട ഒരു വലിയ പദവിയാണ് ദൈവം നമുക്ക് തന്നത്. ആ ദൈവത്തിന്റെ സ്നേഹം ഹല്ലേലൂയ ഭൂമിയിലേക്ക് തന്റെ പുത്രനെ അയക്കുവാൻ തക്കോണം സകല മാനവരാശിയുടെയും പാപങ്ങളുടെ പരിഹാരത്തിനായി. നിന്ന് അബ്രഹാമിന്റെ കാര്യം ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായം കർത്താവിന്റെ ദാസൻ വായിക്കുവാൻ ഇടയായി തീർന്നു. 18-ാം അധ്യായത്തിൽ അബ്രഹാമിനോട് കൊടുത്ത വാഗ്ദത്തം ഒരു തലമുറയെ കൊടുക്കും. അബ്രഹാമിൽ കൂടെ കർത്താവായ യേശു ക്രിസ്തു കടന്നു വരുമെന്നുള്ള, അല്ലെങ്കിൽ അബ്രഹാം മുഖാന്തരം സകല ജാതികളും അനുഗ്രഹിക്കപ്പെടുമെന്നുള്ള ദൈവത്തിന്റെ വാഗ്ദത്തം. ആ വാഗ്ദത്തം മുഖാന്തരം നമ്മൾക്ക് എല്ലാവർക്കും ക്രിസ്തു യേശുവിലെ ജോൺ പറയുന്നത് 1-ാമത്തെ, അവൻ സ്വന്തത്തിലേക്ക് വന്ന് സ്വന്തമായവരോ അവനെ കൈക്കൊണ്ടില്ല. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന നമുക്ക് എല്ലാവർക്കും ദൈവമക്കളാകുവാനുള്ള അവകാശം, ആ അധികാരം ദൈവം തന്നു. അത് മുഖാന്തരം നമ്മൾ ഇന്ന് ക്രിസ്തുവിലേക്ക് കടന്നു വരുവാൻ തക്കണം വലിയ അനുഗ്രഹം പ്രാപിക്കുവാൻ തക്കണം. സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും എഫെസ്യ ലേഖനത്തിൽ പറയുന്നത് നമ്മളെ ക്രിസ്തുയേശു മുഖാന്തരം അനുഗ്രഹിച്ച ദൈവത്തിന് സ്തോത്രം. ആ സകല ആത്മീയ ഈ ഭൂമിയിലെ അനുഗ്രഹങ്ങളെക്കാൾ ഉപരി സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളാലും ദൈവം നമ്മളെ അനുഗ്രഹിച്ചു. അങ്ങനെ ദൈവമായ കർത്താവ് എന്നെ വിളിച്ച് വേർതിരിക്കുമ്പം എനിക്ക് 19 വയസ്സുള്ളപ്പോഴാണ് ഞാൻ രക്ഷയിലേക്ക് കടന്നു വരുന്നത്. ഇന്നിപ്പം ഹാലയിലെ 30 വർഷമായി ഞാൻ വിശ്വാസ ജീവിതത്തിലേക്ക് കടന്നിട്ട് ഈ 30 വർഷം അനുഗ്രഹത്തോടെ നടത്തിയ ഒരു ദൈവം. താഴ്ചകളും ഉയർച്ചകളും കഷ്ടങ്ങളും രോഗങ്ങളും പ്രതികൂലങ്ങളും അനവധി എൻ്റെ ജീവിതത്തിൽ കടന്നു വന്നിട്ടുണ്ട്. മരണത്തെ മുഖാമുഖമായി കാണേണ്ട സാഹചര്യമുണ്ട്. എന്നാൽ അവിടെ ഒന്നും തളർന്നു പോകാൻ ഇടയാകാതെ വേണം ആ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി, ഹല്ലേലൂയ ദൈവവചനത്തിന്റെ ശക്തി, കർത്താവായ യേശു ക്രിസ്തുവിന്റെ വാഗ്ദത്തം ഉള്ളത് കൊണ്ട് നമ്മൾ പ്രത്യാശയോടെ ജീവിക്കുവാൻ ദൈവം നമ്മൾക്ക് കൃപ തന്നു. ഞങ്ങളുടെ കുടുംബത്തിലെ വലിയ 3-4 അമ്പലങ്ങളുള്ള ഒരു കുടുംബമാണ്. എൻ്റെ മാതാവിന്റെ പിതാവിന്റെയും ഭവനത്തിൽ. അതിലെല്ലാത്തിലും എൻ്റെ 18 വയസ്സ് വരെ ഞാൻ ജീവിച്ചിരുന്നു. എന്നാൽ 19-ാമത്തെ വയസ്സിൽ ഞാൻ ബോംബെക്ക് കടന്നു പോകുമ്പോൾ ഒരിക്കലും ഇങ്ങനെ ഒരു മാറ്റം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. ദൈവത്തിന്റെ വചനം പറയുന്ന ലോകസ്ഥാപനത്തിന് മുമ്പേ അവൻ നമ്മളെ കണ്ടു. അതുകൊണ്ട് നമുക്ക് ആ സാഹചര്യം ഒരുക്കി തന്നു. അവിടെ എൻ്റെ ആന്റി, ആക്ച്വലി എൻ്റെ അങ്കിളിന്റെ വൈഫ് അനന്തവല്ലി, ആന്റിയുടെ പേര് അങ്കിൾ വാസുദേവൻ. അങ്കിൾ മിലിറ്ററിയിലായിരുന്നു. മിലിറ്ററിയിൽ നിന്ന് റിട്ടയർ ആയിട്ട് ബോംബെയിൽ ബിസിനസ് ചെയ്യും. ആന്റി അവിടെ നേഴ്സായിട്ട് ഗവൺമെന്റ് സർവീസിലെ ജോലി ചെയ്യുകയും ചെയ്യായിരുന്നു. അവിടെ എൻ്റെ പിതാവ് അവിടെ ഉണ്ടായിരുന്നു ബോംബെയിൽ. ആ സമയത്താണ് ഞാൻ അവിടേക്ക് കടന്നു പോകുന്നത്. എന്നാൽ ദൈവത്തിന്റെ കൃപയാൽ വലിയൊരു ഭാഗ്യം എനിക്ക് തന്നത് സുവിശേഷം കേൾക്കുവാനുള്ള ദൈവവചനം. അവര് രഹസ്യമായിട്ട് എൻ്റെ ആന്റി അന്ന് ദൈവത്തെ ആരാധിക്കുന്ന ഒരു സമയം. എന്നാൽ അത് മുഖാന്തരം ആന്റിക്ക് ഒരു വാഗ്ദത്തം ദൈവം കൊടുത്തു, നിന്റെ ഭർത്താവിന്റെ ഭവനത്തിൽ നിന്ന് ഒരാളെ നിന്റെ കൂടെ ആരാധിക്കാൻ ഞാൻ വിളിച്ച് വേർതിരിക്കുന്നു. നമ്മുടെ ജീവിതത്തിലുള്ള വാഗ്ദത്തങ്ങൾ ഏത് ആയിക്കോട്ടെ, ദൈവം അത് പറഞ്ഞാൽ അത് ഊന്ന് അങ്ങനെ എന്നെ ദൈവം അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടു പോകാൻ ഇടയായി തീർന്നു. അങ്ങനെ ദൈവവചനം കേട്ടു. ഞാൻ അവിടെ സ്നാനപ്പെടുവാൻ തക്കണം ദൈവം. ഇപ്പൊ എല്ലാവരും പ്രതികൂലങ്ങളുണ്ടായി. ഭവനത്തിൽ മാതാപിതാക്കള് ഹല്ലേലൂയ പ്രയാസമുണ്ടാക്കി. സഹോദരങ്ങൾ 2 പേര് അനിയത്തിമാർ എനിക്ക് പിറകിലുണ്ട്. അപ്പൊ നമുക്കറിയാം എന്തുമാത്രം പ്രയാസം ഉണ്ടാവുന്നു. എൻ്റെ പിതാവ് എന്നെ അതിനുശേഷം പിതാവ് സൗദിയിലേക്ക് കടന്നുപോയി. ഞാൻ പഠിച്ചു, എനിക്ക് അവിടെ ജോലിയായി. ഞാൻ കമ്പ്യൂട്ടറിൽ അവിടെ ഒരു കമ്പനി ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ദൈവത്തിന്റെ കൃപ എൻ്റെ പിതാവ് എന്നെ കൂട്ടിക്കൊണ്ടു പോകാനായിട്ട് വന്നത്. എന്നാൽ അദ്ദേഹം എന്നെ കൂട്ടിക്കൊണ്ടു പോകാൻ ഇടയായില്ല. ദൈവത്തിന്റെ വലിയ പ്രവൃത്തി അദ്ദേഹത്തിന്റെ ഹൃദയത്തിലെ ദൈവം ഇടപെട്ടു. അങ്ങനെ എന്നെ അവിടെ ബോംബെയിലെ വിട്ടിട്ട് പോകുവാനായിട്ട് ഇടയായി തീർന്നു. എന്നാൽ കാലാകാലങ്ങളായിട്ട് ദൈവം വളരെ അത്ഭുതങ്ങൾ ചെയ്ത് ദൈവം വിളിച്ചു വേർതിരിക്കുവാൻ ഇടയായി തീർന്നു. പിതാവ് സ്നാനപ്പെട്ടു, മാതാവ് സ്നാനപ്പെട്ടു, സഹോദരിയും ദീപയും കുടുംബവും സ്നാനപ്പെട്ടു. ദിവ്യയുടെ
2 മക്കൾ സ്നാനപ്പെട്ട്, ദിവ്യയും ഹസ്ബൻഡും സ്നാനപ്പെടാനുണ്ട്. അവര് ദിവ്യ രക്ഷിക്കപ്പെട്ടതാണ്. ഭർത്താവ് പ്രതികൂല ഹാലലിയ സ്നാനപ്പെടാൻ സമ്മതിക്കാത്തത് മുഖാന്തരം അവര് പ്രത്യാശയോടെ കുഞ്ഞുങ്ങൾ കാത്തിരിക്കുന്നു. ഞങ്ങൾ 7 കൊച്ചുമക്കളുണ്ട്. എല്ലാവരും ദൈവകൃപയാലെ ഹാലലിയ, ഒരു മോനിനി ദീപയുടെ ഒരു മോൻ 9ാം ക്ലാസ്സിൽ പഠിക്കുന്നുണ്ട്. ബാക്കി എല്ലാവരും കൃപയാൽ സ്നാനപ്പെട്ട് ദൈവത്തോട് ചേരുവാൻ ഇടയായി തീർന്നു. എൻ്റെ ഹസ്ബൻഡിന്റെ പേര് വിജയൻ എന്നാണ്. അദ്ദേഹം ഈ കുവൈറ്റിൽ വെച്ചാണ് രക്ഷിക്കപ്പെടുന്നത്. ഇവിടെ IPC ചർച്ച് വെച്ച് ഹാലലിയ കൂട്ടുകാരനെ കളിയാക്കാനായിട്ട് പോയത്. എന്നാൽ അവിടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ അദ്ദേഹം അഭിഷേകം പ്രാപിച്ചു, സ്നാനപ്പെട്ട് വിശ്വാസത്തിന് വേണ്ടിയിട്ട്. കുടുംബത്തിലെ കണ്ണൂരാണ് അവരുടെ ദേശം. മാതാപിതാക്കളും കൃഷ്ണനമ്പ്യാരുടെയും കാർത്തിയാനിയമ്മയുടെയും മക്കൾ, അവർ 6 മക്കളിൽ ഒരാളായിട്ട് ജനിക്കാൻ അദ്ദേഹത്തിന് കൃപ ചെയ്തു. എന്നാൽ അവിടെ ആരും ഇതുവരെ വിശ്വാസത്തിലേക്ക് കടന്നു വരാനിടയായി തീർന്നില്ല. എന്നാൽ വളരെ പ്രതികൂലമുണ്ടായിരുന്നു. ഞങ്ങളുടെ വിവാഹം അവർക്ക് സമ്മതമല്ലായിരുന്നു. ഞങ്ങൾ ഇവിടെയുള്ള ചർച്ചിലുള്ള ആൾക്കാരും നാട്ടിലെ മോനച്ചൻ പാസ്റ്റർ കുമ്പനാട് IPC ചർച്ചിലെ കർത്താവിന്റെ പെനിയിൽ IPC ചർച്ചിൽ വെച്ചാണ് ഞങ്ങളുടെ വിവാഹം നടക്കുന്നത്. എന്നാൽ അതൊക്കെ എന്ന് പറഞ്ഞാൽ ഒത്തിരി സാക്ഷ്യങ്ങളുണ്ട്. അങ്ങനെ ഓരോന്നോരോന്ന് പറയാൻ നോക്കുവാണെങ്കിൽ അനേക ദൈവദാസന്മാരുടെയും ദൈവമക്കളുടെയും പ്രാർത്ഥന, സപ്പോർട്ട്, അതെല്ലാം ഞങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നു. കൃപയാൽ ദൈവം ഞങ്ങളെ ഇവിടെ കൊണ്ട്, ഞങ്ങൾക്ക് 3 മക്കളെ ദൈവം ദാനം തന്നു. മൂത്ത മോള് കേസിയ, അവള് 12ാം ക്ലാസ് വരെ ഇവിടെ പഠിച്ചു. അതിനുശേഷം MBBS ജോർജിയയിൽ പഠിച്ചു. ഇപ്പം പുഷ്പഗിരി ഹോസ്പിറ്റലിൽ അസിസ്റ്റന്റ്, ഒരു ജൂനിയർ ഡോക്ടറായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നു. കഴിഞ്ഞ 2 മാസമായിട്ട് കൃപയാലെ ഫസ്റ്റ് അറ്റംപ്റ്റിലെ FMG എഴുതി. അവള് 2.5 മാസമേ പഠിച്ചിട്ടുള്ളൂ. അതൊക്കെ ദൈവത്തിന്റെ വലിയ വാഗ്ദത്തങ്ങളാണ്. അവൾ പാസ്സായിട്ട് ദൈവകൃപയാൽ നാട്ടിൽ നിന്നായിരിക്കുന്നു. രണ്ടാമത് ഒരു മോളുണ്ട്. 3 മക്കളാണ് എനിക്ക്. രണ്ടാമത്തെ മോള് ലിദിയ +2 എഴുതിയിട്ട് ഇപ്പൊ എൻട്രൻസിന് വേണ്ടിയിട്ട് നാട്ടില് നിൽക്കുന്നു. 3ാമത്തെ മോൻ ജെറമയ, അവൻ ഇവിടെയുണ്ട്, 11ാം ക്ലാസ്സിൽ ഇപ്പൊ പഠിക്കുന്നു. 3 പേരെയും ദൈവകൃപയാൽ സ്നാനപ്പെട്ട് അഭിഷേകത്തിന്റെ ശക്തിയിൽ കർത്താവിന്റെ സുവിശേഷത്തിന് വേണ്ടിയിട്ട് 3 പേരെയും ഒരുക്കിയെടുക്കുവാൻ ഇതുവരെ ദൈവം ഞങ്ങൾക്ക് കൃപ തന്നു. അത് ദൈവത്തിന്റെ വലിയൊരു വാഗ്ദത്തമാണ്. തലമുറ തലമുറയായി ഞാൻ നിന്റെ സങ്കേതമായി ബലമായി കോട്ടയായി കൂടെ ഇരുന്ന് ആലിൽ വഴി നടത്തുമെന്ന് പറഞ്ഞ ഒരു വലിയ ദൈവം. ഇന്ന് അനേക കുഞ്ഞുങ്ങൾ നശിച്ചു പോകുമ്പോൾ നമ്മുടെ തലമുറകൾ കർത്താവിന്റെ രാജ്യത്തിന് വേണ്ടി സുവിശേഷത്തിന് വേണ്ടിയിട്ട് നിൽക്കുന്നത് ഓർക്കുമ്പോൾ ഞാൻ ദൈവത്തിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. എൻ്റെ കുഞ്ഞുങ്ങളുടെ കൂടെ പഠിച്ച കുഞ്ഞുങ്ങളെ ആലിൽ സുവിശേഷം പറഞ്ഞ് സ്നാനപ്പെടുത്തി കൊണ്ടുവരുവാൻ തക്കവണ്ണം അവരെ ദൈവം ഉപയോഗിക്കുന്നു. അതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ജോർജിയയിലായിരുന്നപ്പോഴും ഇവിടെ +2 വരെ എൻ്റെ മോള് പഠിച്ചു, കൂടെ പഠിച്ച കാത്തലിക് നിൽക്കെയുള്ള കുഞ്ഞുങ്ങളെ ദൈവം വിളിച്ചു വേർതിരിക്കുവാൻ തക്കവണ്ണം അവളുടെ ഹാലിൽ ഇന്നും അവൾ നാട്ടിലും പോയിട്ട് ട്രാക്ട് ഡിസ്ട്രിബ്യൂഷനും ജോലി കഴിഞ്ഞിട്ട് സുവിശേഷ പ്രവർത്തനങ്ങൾ ചെയ്യാറുണ്ട്. എന്നാൽ ദൈവം എവിടെയായിരിക്കുന്നു അവിടെ നമ്മുടെ തലമുറകളിൽ വിശ്വസ്തയോടെ ദൈവരാജ്യത്തിന് വേണ്ടിയിട്ട് നിൽക്കണം. കാരണം അവർ ക്രിസ്തുവിനെ സേവിക്കുന്നത് കണ്ടിട്ട് ഹാലയിലെ നമ്മുടെ സന്തോഷം, എൻ്റെ ഒരു വലിയ അനുഗ്രഹം. എൻ്റെ മാതാവ് കഴിഞ്ഞ ദിവസം വളരെ സന്തോഷത്തോടെ പറയുവാൻ ഇടയായി തീർന്നു. മക്കളെയും അവരുടെ മക്കളും ക്രിസ്തുവിൽ സ്നേഹിക്കുന്നത് കാണുവാൻ തക്കവണ്ണം ഈ ദിവസങ്ങൾ വലിയൊരു കൃപ ദൈവം ഞങ്ങൾക്ക് തന്നു. അതേപോലെ തന്നെയാണ് രണ്ടാമത്തെ മോളും. അവള് 10ാം ക്ലാസ് ഇവിടെ പാസ്സായതിനു ശേഷം അവൾ നല്ല ടോപ്പ് മാർക്ക് വാങ്ങിച്ചാണ് ഇവിടുന്ന് പാസ്സായത്. എന്നാൽ നാട്ടിലെ ദൈവഹിത പ്രകാരം ഞങ്ങൾ അവളെ നാട്ടിൽ കൊണ്ട് ചേർക്കാൻ ഇടയായി തീർന്നു. അവളുടെ ഹോസ്റ്റലിൽ അവള് കർത്താവിന്റെ രാജ്യത്തിന് വേണ്ടിയിട്ട് അവര് ഡോമിറ്ററി ആയിട്ട്, അവർ 10 പേരാണ്, സ്കൂൾ ചിൽഡ്രൻ ആയതുകൊണ്ട് അവരൊരു ഡോമിൽ താമസിക്കുന്നത്. എന്നാൽ പല പ്രാവശ്യം അതിലെ സുവിശേഷം ദൈവമില്ല എന്ന് വിശ്വസിക്കുന്നവരും ഹിന്ദുക്കളും മുസ്ലിങ്ങളുമായ അനേക കുഞ്ഞുങ്ങളുണ്ട്. എന്നാൽ അവരുടെ ഹാലലി ഇടയ്ക്ക് സുവിശേഷം അവർ പറഞ്ഞ് പല കുഞ്ഞുങ്ങളും അവളോട് പറയാൻ ഇടയായി തീർന്നു. നീ നിന്റെ പേരൻസ് പറഞ്ഞിട്ടല്ല, ശരിക്കും നിനക്ക് ബൈബിൾ എന്തുവാണെന്ന് അറിയാം, നീ അറിഞ്ഞിട്ടാണ് ദൈവത്തെ. എന്ന് വെച്ചാൽ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ ഒരു ഡിബേറ്റ് പോലെ പല പ്രാവശ്യം തർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവിടെ എല്ലാം ദൈവത്തിന്റെ നാമമഹത്വത്തിന് വേണ്ടി തലമുറ നിൽക്കുവാൻ തക്കോണം ദൈവം ഇതുവരെ സഹായിച്ചു. ഇനിയുള്ള കാലത്തും ആദ്യ വിശ്വാസം അവസാനത്തോളം മുറുകെ പിടിച്ചുകൊണ്ടാൽ നന്ന് എന്ന് തിരുവചനത്തിൽ പറയുന്ന പോലെ നമ്മുടെ മരണം അല്ലെങ്കിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ വരവ് അതുവരെ നമ്മൾ വിശ്വാസത്തോടുകൂടെ നമ്മുടെ തലമുറയായി ദൈവസന്നിധി നിൽക്കുവാൻ തക്കോണം ദൈവം നമ്മളെ സഹായിക്കണം. അതിനു വേണ്ടിയിട്ട് നിങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കണം. സഹോദരിയുടെ കാര്യമാണെങ്കിലും അവളും വിവാഹം കഴിച്ചത് ഹിന്ദു മാർഗത്തിൽ തന്നെയാണ്. വിശ്വാസത്തിലേക്ക് കടന്നു വരുന്നതിന് മുമ്പെയാണ് അവളുടെ വിവാഹമാണ് ആദ്യം നടക്കുന്നത്. കാരണം എൻ്റെ വിവാഹം നടന്നു കഴിഞ്ഞാൽ കൊണ്ട് അവർക്ക് പ്രോബ്ലം ആകുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ മാറി നിന്നു. എന്നാൽ ദൈവത്തിന്റെ വാഗ്ദത്തം എന്നോടുണ്ടായിരുന്നു. അനുഗ്രഹിക്കപ്പെട്ട വിവാഹം അവൾക്കും കൊടുത്ത്. എന്നാൽ ഹസ്ബൻഡിന് ക്യാൻസറിന്റെ 4th സ്റ്റേജായ RCCന്ന് തള്ളി ഒരു സമയമുണ്ടായിരുന്നു, മരിച്ചു പോകുമെന്ന് പറഞ്ഞൊരു 13 വർഷം മുമ്പ്. എന്നാൽ സ്വർഗത്തിലെ വലിയവനായ ദൈവം അവിടെ ഇറങ്ങി പ്രവർത്തിച്ച് ഇന്നും ആരോഗ്യത്തോടെ അദ്ദേഹം ജീവിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. ദൈവത്തിന് എത്ര മഹത്വം കൊടുത്താലും മതിയാവുകയില്ല. കാരണം അവരെ കുടുംബമായിട്ട് അങ്ങനെ ദൈവം വിളിച്ചു വേർതിരിക്കുവാനായിട്ട് ഇടയായി തീർന്നു. എൻ്റെ മാതാവിന് ഹല്ലേലൂയ ബ്രെയിൻ ട്യൂമർ ഉണ്ടായിരുന്നു. എന്നാൽ മാതാവ് മരിച്ചു പോകുമെന്ന് പറഞ്ഞ സ്ഥാനത്ത് ഇന്ന് 72 വയസ്സുണ്ട്. എൻ്റെ അമ്മ ആരോഗ്യത്തോടെ ദൈവത്തെ സ്തുതിക്കുന്നു. സൗഖ്യമാക്കുവാൻ തക്കോണം ദൈവത്തിന്റെ കരം നീട്ടി ഭവനത്തിൽ വലിയ വിടുതലുകളെ ദൈവം തന്നെ. നമ്മുടെ ജീവിതത്തിൽ രോഗമായിക്കോട്ടെ, കഷ്ടമായിക്കോട്ടെ, ദുഃഖമായിക്കോട്ടെ, സാമ്പത്തിക ബുദ്ധിമുട്ടായിക്കോട്ടെ, ഇതെല്ലാത്തിൽ കൂടെ ഈ ഭൂമിയിൽ നമ്മൾ മനുഷ്യർക്ക് കടന്നു പോകണം. എന്നാൽ അതിലെല്ലാം ഉപരിയായി ഹല്ലേലൂയ ഒരു
അത്ഭുതം പ്രവർത്തിക്കുന്ന ഒരു ദൈവം. വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. ഈ ദിവസങ്ങളിൽ നമ്മൾ അനേകരിന്ന് കഷ്ടത്തിൽ കൂടെ കടന്നു പോകും. അനേക കഷ്ടങ്ങളിൽ അപ്പോസ്തലനായ പൗലോസ് നമ്മളോട് പറഞ്ഞത്, നിങ്ങൾ വിശ്വാസത്തിൽ നിലനിൽക്കണമെന്നും അനേക കഷ്ടങ്ങളിൽ കൂടി ദൈവരാജ്യത്തിൽ കടക്കണമെന്നും. നമ്മളുടെ കഷ്ടങ്ങളും പ്രയാസങ്ങളിൽ കൂടെ നമ്മളെ കടത്തി വിടുമ്പോൾ നമ്മൾ അതിൽ കൂടെ ഹല്ലേലൂയ അനുഗ്രഹം പ്രാപിച്ചിട്ട് അനേകർക്ക് അനുഗ്രഹമായി തീരുവാൻ, അനേകരെ വിടിവിക്കുവാൻ, അനേകർക്ക് ആശ്വാസമായി തീരുവാൻ, അനേകരെ സഹായിക്കുവാൻ ദൈവമായ കർത്താവ് നമ്മളെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ഇനിയും അതിനു വേണ്ടിയിട്ട് ദൈവം നമ്മളെ ഓരോരുത്തരെയും ഉപയോഗിക്കണം. ഞങ്ങളുടെ പ്രാർത്ഥനയാണ് നമ്മൾ ആശ്വാസം പ്രാപിച്ചിട്ട് നമ്മൾ അടങ്ങിയിരിക്കാനല്ല, നമ്മുടെ ആശ്വാസത്തിൽ കൂടി അനേകർക്ക് ആശ്വാസം പകർന്നു കൊടുക്കണം. ബുദ്ധിമുട്ടും പ്രയാസവും കടന്നു വരുമ്പോൾ, രോഗങ്ങൾ കടന്നു വരുമ്പോൾ ദൈവത്തിന്റെ വലിയ പ്രവൃത്തി, അതൊക്കെ നമ്മൾ കർത്താവിനെ കണ്ടെത്തുവാനുള്ള ചില മുഖാന്തരങ്ങളാണ്. എന്നാൽ എനിക്ക് രോഗമോ മറ്റൊന്നുമില്ല. ഞാൻ എൻ്റെ നല്ല കാലത്ത് ദൈവവചനം കേട്ട് ഹല്ലേലൂയ അത് കർത്താവായ യേശുക്രിസ്തു എനിക്ക് വേണ്ടി മരിച്ചു എന്നുള്ളത് ഞാൻ വിശ്വസിച്ചു. അത് ഞാൻ ദൈവത്തോട് ചോദിച്ച അഭിഷേകത്തിന്റെ ശക്തി തരണം. എനിക്ക് എങ്ങനെ വിശ്വസിക്കാൻ പറ്റും? ഹല്ലേലൂയ അന്യഭാഷ അടയാളത്തോടുകൂടെ ഹല്ലേലൂയ കൃപാവരങ്ങളോടുകൂടെ ദൈവം ഒന്ന് ബോംബെയിൽ വെച്ച് അഭിഷേകം ചെയ്ത് എന്നെ സ്നാനപ്പെടുത്തിയ കർത്താവിന്റെ ദാസൻ രാജു പാപ്പച്ചൻ പാസ്റ്റർ, അദ്ദേഹം ഇന്ന് ഭൂമിയിലില്ല. അദ്ദേഹത്തിന്റെ വൈഫ് ഇന്നും ഉണ്ട്. ഒരു സന്തോഷത്തോടെ അവര് ഞങ്ങൾക്ക് വേണ്ടി ഒത്തിരി ആത്മീയ സപ്പോർട്ട് ചെയ്ത ബോംബെയിൽ ഒത്തിരി ദൈവമക്കളുണ്ട്. അവരൊരുപാട് സപ്പോർട്ട് ചെയ്ത് അങ്ങനെ വിശ്വാസത്തിൽ നിലനിൽക്കുവാൻ തക്കവണ്ണം ഇതുവരെ ദൈവമായ കർത്താവ് സഹായിച്ചു. ഇവിടെ കുടുംബമായിട്ട് ഒരു കുടുംബജീവിതത്തിന്റെ കാര്യം ഓർക്കുമ്പോൾ നമുക്കറിയാം, എൻ്റെ ആന്റിയൊക്കെ വിശ്വാസത്തിലേക്ക് കടന്നു വന്നതിന് ശേഷം അല്ലെങ്കിൽ വിശ്വാസത്തിലുള്ള ഒരാളെ വിവാഹം കഴിക്കാൻ കുടുംബത്തിൽ നിന്ന് സമ്മതിക്കാതാണ് എൻ്റെ അങ്കിളിനെ, അവിശ്വാസിയായ എൻ്റെ അങ്കിളിനെ വിവാഹം കഴിക്കുന്നത്, കുടുംബത്തിലുള്ള പ്രതികൂലം. എന്നാൽ അങ്കിളും രണ്ട് മക്കളുണ്ട്, അവരെല്ലാം വിശ്വാസത്തിലേക്ക് 25 വർഷത്തിന് ശേഷമാണ് എൻ്റെ ആന്റിയുടെ കുടുംബം വിശ്വാസത്തിലേക്ക് കടന്നു വരുന്നത്. എന്നാൽ അന്നു മുതൽ ഞാൻ എന്ന് കർത്താവായ യേശു ക്രിസ്തുവിനെ എൻ്റെ സ്വന്തം രക്ഷിതാവും ദൈവമായിട്ട് സ്വീകരിച്ചു, അന്നു മുതൽ ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമുണ്ട്, എൻ്റെ ആന്റിക്ക് സംഭവിച്ച പോലെ എനിക്ക് സംഭവിക്കരുത്. എന്നാൽ ഞാൻ ഒരു വിവാഹം കഴിച്ചില്ലേലും കുഴപ്പമില്ല, ഒറ്റയ്ക്ക് ഞാൻ ജീവിച്ചോളാമെന്ന് ദൈവസന്നിധിയിൽ തീരുമാനമെടുത്തു. അന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഒരു ദൈവദാസനിൽ കൂടെ എന്നോട് ആലോചന പറഞ്ഞു, നീ ഒറ്റയ്ക്ക് ജീവിക്കാനുള്ളവളല്ല, നിനക്ക് വേണ്ടി നിന്നെ പോലെ ഒറ്റയ്ക്ക് വിശ്വാസത്തിൽ നിന്ന് കടന്നു വന്ന ഒരാളെ ഞാൻ ഒരുക്കും. നിങ്ങൾ കുടുംബമായിട്ട് ദൈവത്തിന്റെ, നീ ഈ ദേശം വിട്ടിട്ട് കടന്നു പോകും, അവിടെ നിങ്ങൾ കുടുംബമായിട്ട് ദൈവത്തെ സേവിക്കും, ദൈവത്തിന്റെ സാക്ഷ്യം സുവിശേഷമായി അനേകർക്ക് വേണ്ടിയിട്ട് ഇടവിൽ നിൽക്കാൻ ദൈവം നിങ്ങളെ ഉപയോഗിക്കുമെന്ന് ദൈവത്തിന്റെ വാഗ്ദത്തം ഉണ്ടായിരുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദേവദാസനെ ദൈവം എനിക്ക് ദാനം തന്നു. ഞാൻ 2 കാര്യം പേഴ്സണൽ, എൻ്റെ വ്യക്തിപരമായ പ്രാർത്ഥനയിൽ 2 കാര്യം ഞാൻ ദൈവത്തോട് ചോദിച്ചു. ഒന്ന്, കർത്താവെ എന്നേക്കാൾ അധികം കർത്താവിനെ സ്നേഹിക്കുന്ന ഒരാളെ എനിക്ക് വരണം, കാരണം എൻ്റെ കുടുംബത്തിൽ ആരും വിശ്വാസത്തിലേക്കില്ല, നീ അങ്ങനെ തരാൻ എനിക്ക് ആഗ്രഹിക്കുന്നു. രണ്ടാമത് ഞാനൊരു കാര്യം പ്രാർത്ഥിച്ചു, കർത്താവ് എൻ്റെ ബലഹീനതകൾ അറിഞ്ഞ് എന്നെ സ്നേഹിക്കുന്ന ഒരാളായിരിക്കണം. ഇത് രണ്ടും ഞാൻ നിങ്ങളോട് പറയും, ഈ ഭൂമിയിലെ ദൈവഹൃദയമുള്ള ഒരു മനുഷ്യൻ എന്ന് പറയാൻ തക്കണം അനുഗ്രഹിക്കപ്പെട്ട ഒരു ദേവദാസനെ ദൈവം എനിക്ക് ദാനം തന്നു. ഞങ്ങൾ 2 പേരും ജോലി ചെയ്യുന്നുണ്ട്, 2 പേരും ഞങ്ങൾ സുവിശേഷ വേല ചെയ്യുന്നുണ്ട്. ഞങ്ങളാൽ ആവോളം ക്രിസ്തു തരുന്ന ഹല്ലേലൂയ കൃപയ്ക്കനുസരിച്ചിട്ട് കർത്താവിന്റെ നാമത്തിന് വേണ്ടി നിൽക്കുവാൻ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദേവദാസനെ ദൈവം ദാനം തന്നു. ഞങ്ങളുടെ വീട്ടിൽ എൻ്റെ കൊച്ചനിയത്തിക്ക് 2 മക്കളുണ്ട്. എൻ്റെ മക്കൾ 2 പെൺപിള്ളേർ, 4 പെൺപിള്ളേരും 3 ആൺപിള്ളേരുമാണ് ഞങ്ങൾ കൊച്ചുമക്കളുള്ളത്. ഞാൻ എപ്പോഴും എൻ്റെ 4 പെൺമക്കളോടും പറയും, വിജയം പപ്പയെ പോലെ ഹല്ലേലൂയ അനുഗ്രഹിക്കപ്പെട്ട ദൈവഹൃദയമുള്ള ഹല്ലേലൂയ ഭർത്താക്കന്മാർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഇപ്പോഴേ പ്രാർത്ഥിക്കണം. കാരണം ഇന്ന് ലോകത്ത് നമുക്ക് ഭക്തിയുടെ വേഷം ധരിച്ച് അതിന്റെ ശക്തിയെ ത്യജിച്ചു കളയുന്ന അനേക യുവതലമുറകളെ കണ്ടിട്ട് വേദനയോടെ ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളോട് പറയാറുണ്ട്, ഹല്ലേലൂയ ദൈവഹൃദയമുള്ള മനുഷ്യർ വേണമെന്നുള്ളത്. ഇന്നിപ്പം എൻ്റെ മോൾക്ക് ഇപ്പം 24 വയസ്സായി, അവളുടെ വിവാഹപ്രായമായി. അവൾക്ക് വിവാഹത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അപ്പം ദൈവഹൃദയമുള്ള ഒരു മനുഷ്യൻ കിട്ടിയിട്ടില്ലെങ്കിൽ ഈ ഭൂമിയിൽ അവരുടെ വിശ്വാസത്തിൽ അവളുടെ പ്രത്യാശ, ഞങ്ങൾ അവളോട് ചോദിച്ചു വിവാഹത്തിന്റെ കാര്യം, ഇങ്ങനെ 1-2 പ്രൊപ്പോസൽസ് ഒക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അവളോട് ചോദിച്ചപ്പോൾ അവൾ ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. അവൾ പറഞ്ഞത്, സുവിശേഷ വേലയ്ക്ക് വേണ്ടിയിട്ട് എന്നോട് കൂടെ നിൽക്കാനുള്ള ഒരാളെ മാത്രം പപ്പയമ്മയെ നോക്കിയാൽ മതി, അത് നിങ്ങൾ നോക്കിക്കോ, ബാക്കി എന്നോട് ഒന്നും ചോദിക്കണ്ട. നിന്ന് സ്വന്തമായിട്ട് അവനവന്റെ ഇഷ്ടത്തിന് തലമുറകൾ ഹല്ലേലൂയ അവരുടെ ഹല്ലേലൂയ പാർട്ട്നേഴ്സിനെ തിരഞ്ഞെടുക്കുമ്പം ഹല്ലേലൂയ തക്ക തുണയെ നിങ്ങൾ മാതാപിതാക്കൾ ഒരുക്കിയെടുത്താൽ മതി, അത് കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞാൽ മതി എന്ന് പറയത്തക്കവണ്ണം ഒരു അഭിഷേകം നമ്മുടെ തലമുറകളുടെ മേൽ വരണം. ക്രിസ്തു അവരുടെ ഉള്ളിലില്ലെങ്കിൽ അവർ ഈ ലോകത്തിലേക്ക് പോകും. നമുക്ക് അവരെ ലോകത്തിലേക്കും തള്ളിവിടാൻ പറ്റും, ക്രിസ്തുവിലേക്കും അവരെ നയിക്കാൻ പറ്റും. മാതാപിതാക്കൾക്ക് ഒത്തിരി റെസ്പോൺസിബിലിറ്റി ഉണ്ട് നമ്മുടെ തലമുറകളുടെ മേലെ. ഈ ദിവസങ്ങളിൽ ഞങ്ങൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ഞാൻ അനേകരോട് പറയുന്നതും അല്ലെങ്കിൽ നമ്മുടെ തലമുറകൾ അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ രാജ്യത്തിന്റെ വ്യാപ്തിക്ക് വേണ്ടിയിട്ട് നിൽക്കണം. അവരുടെ ഉള്ളിൽ കർത്താവിനെ കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞില്ലെങ്കിൽ നമ്മുടെ വിശ്വാസ ജീവിതം വ്യർത്ഥമാണെന്ന് മനസ്സിലാക്കി ഞാൻ അനേക കുഞ്ഞുങ്ങളെ ഇവിടെ ഞങ്ങൾ കാണാറുണ്ട്. അതുകൊണ്ട് എനിക്ക് ഈ കുവൈറ്റിലെ നാട്ടിലും അനേകരെ കണ്ടിട്ട്, ഞങ്ങളുടെ കുടുംബത്തിലുള്ളവരെയും അനേക കുഞ്ഞുങ്ങളെ കണ്ടിട്ട് ഞാൻ ദൈവത്തിന് ഒത്തിരി നന്ദി പറയാറുണ്ട്. ദൈവകൃപയുള്ള 7 കൊച്ചു കുഞ്ഞുങ്ങൾ ഞങ്ങളുടെ ഭവനത്തിൽ ദൈവം തന്നു. എൻ്റെ അനിയത്തിക്ക് ഞാൻ പറഞ്ഞു, കൊച്ചനിയത്തിക്ക് 2 മക്കളുണ്ട്. മൂത്താള് ലക്ഷ്മി, അവൾ പഠിക്കുന്നത് റഷ്യയിലാണ്. അവൾ സ്നാനപ്പെടുവാനായിട്ട് ഇടയായി തീർന്നു. അവൾക്ക് സ്നാനപ്പെടണമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് നാട്ടിൽ വെച്ച് അവളെ സ്നാനപ്പെടുത്താൻ കഴിയത്തില്ല. റഷ്യയിൽ നിന്ന് എൻ്റെ മോളുടെ ഗ്രാജുവേഷൻ കഴിഞ്ഞ ഓഗസ്റ്റിലായിരുന്നു. ഞങ്ങൾ ജോർജിയയ്ക്ക് അവളെ കൊണ്ടുവന്ന് അവിടെ വെച്ച് അവളെ ഞങ്ങൾ സ്നാനപ്പെടുത്തും. അവളുടെ മാതാവ് അറിഞ്ഞിട്ടേ ഉള്ളൂ, പിതാവിന് ഇതുവരെ അവൾ സ്നാനപ്പെട്ടെന്ന് അറിയത്തില്ല. രണ്ടാമത്തെ മോള് +2 കഴിഞ്ഞിട്ട് അവൾ
വിൽഡർനെസിന്റെ കോച്ചിങ്ങിന് പോകുന്നതിന് മുമ്പ് അവൾ പറഞ്ഞു അവൾക്ക് സ്നാനപ്പെടണമെന്ന്. ഞങ്ങളുടെ കർത്തദാസൻ രജി പാസ്റ്റർ, ഞങ്ങൾക്ക് ട്രിവാൻഡ്രത്തുള്ള ഒരു കർത്താവിന്റെ ദാസൻ ഞങ്ങളുടെ സഭയിലെ, ഞങ്ങൾ നൂറിനാട്ട് അസംബ്ലീസ് ഓഫ് ഗോഡിലെ, ഞങ്ങൾ ആക്ച്വലി ഞങ്ങളുടെ മാതൃസഭ അവിടെയാണ്. ഞങ്ങൾ ഇപ്പൊ വള്ളികുന്നത്തായിരിക്കുന്നത്. എന്നാൽ വള്ളികുന്നത്തുള്ള സഭയിലെ പിതാവ് അവിടെ ഉള്ളതുകൊണ്ട് അവിടെ വെച്ച് സ്നാനപ്പെടുത്താൻ കഴിയാത്തത് കൊണ്ട് ഞങ്ങൾ അടൂര് വെച്ചിട്ട് ഞങ്ങൾ അവളെ സ്നാനപ്പെടുത്താൻ ഇടയായി തീർന്നു. ആ കുഞ്ഞുങ്ങൾക്ക് ദൈവത്തെ അറിയുവാനും ആലലെ ദൈവവചനം കേട്ട് അവർ ഗ്രഹിച്ച് ദൈവരാജ്യത്തിന് വേണ്ടിയിട്ട് നിൽക്കുവാനും ഞങ്ങൾ അവരെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളുടെ ഇന്ന് വിശ്വാസ ജീവിതത്തിൽ കാണും, നമ്മൾ വിശ്വാസത്തിലേക്ക് കഷ്ടതയും പ്രയാസവും സഹിച്ച് മാതാപിതാക്കൾ കടന്നു വന്ന് ആ അനുഗ്രഹം പ്രാപിച്ച അല്ലെങ്കിൽ നമ്മുടെ തലമുറകൾ ക്രിസ്തുവിനെ വിട്ട് പിന്മാറി പോകുന്ന ഒരു കാലഘട്ടത്തിലാണ്. അവര് പാട്ട് പാടുന്നുണ്ടാവും, അവര് എന്താ വർഷിപ്പ് ലീഡ് ചെയ്യുന്നുണ്ടാവും. എന്നാൽ അവരുടെ ഉള്ളിൽ ക്രിസ്തുവില്ലാത്ത അനേക കുഞ്ഞുങ്ങളെ ഈ ദിവസങ്ങളിൽ ജോർജിയയിലെ എന്ന് പറഞ്ഞാൽ ഡോക്ടർ ലിനിയും പാസ്റ്റർ ആന്റണി അവിടെ ഒരു അനുഗ്രഹിക്കപ്പെട്ട ഒരു ചർച്ച് നടത്തുന്നുണ്ട്. ഇവാഞ്ചലൈസേഷൻ, സുവിശേഷത്തിന് വേണ്ടിയിട്ട് ഇടിവിൽ നിന്നുകൊണ്ട് അനേക യുവത, അതായത് 18 വയസ്സ് കഴിഞ്ഞ് പോയി 25-26 വയസ്സ് വരെ ഉള്ള യുവതലമുറയുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന ഒരു ഡോക്ടേഴ്സാണ് അവരാണെന്നുണ്ട്. അവരതിന് ഞങ്ങൾ 2-3 പ്രാവശ്യം ജോർജിയക്ക് പോയിട്ടുണ്ടായിരുന്നു. ഒന്ന് മോളെ ചേർക്കാനും പിന്നെ അവിടെ വിസിറ്റിങ്ങിനായിട്ട് പോയി, പിന്നെ മോളുടെ ഗ്രാജുവേഷന് പോയി. അപ്പൊ ഡോക്ടർ ലിനി പറയുന്നത്, ആന്റി വളരെ പ്രയാസമാണ് ഇവരെ ഹാൻഡിൽ ചെയ്ത് കൊണ്ടുപോകാന്ന് പറഞ്ഞു. കുഞ്ഞുങ്ങള് നമ്മൾ മാതാപിതാക്കൾ ഈ 17-18 വയസ്സ് വരെ അവരെ നമ്മൾ പ്രാർത്ഥിച്ച് ഭവനത്തിലെ മാതാപിതാക്കളോടൊപ്പം സഭയിലെ കൂട്ടായ്മയിലെല്ലാം ഒതുക്കി ഇങ്ങനെ വിശ്വാസത്തിൽ നിലനിർത്തിക്കൊണ്ടുവന്ന് ശരിക്കുള്ള വീണ്ടും ജനനം പ്രാപിക്കാത്ത കുഞ്ഞുങ്ങളെയും ദേശം വിട്ടം കടന്നുപോയി കഴിയുമ്പോൾ ആ സ്വാതന്ത്ര്യത്തിലേക്ക് ഇറങ്ങി കഴിയുമ്പം അവർ ദൈവത്തെയും കർത്താവിനെയും വിട്ടിട്ട് അനേകരിന്ന് ഹാലയിലെ നശിച്ചു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. നൂറുകണക്കിന് കുഞ്ഞുങ്ങൾ ഓരോ വർഷം അവിടുന്ന് പഠിച്ചിറങ്ങാറുണ്ട്. എന്നാൽ എന്നോട് പല പ്രാവശ്യം കർത്താവിന്റെ ദാസി പറഞ്ഞ്, ആന്റി അനുഗ്രഹിക്കപ്പെട്ടവരാ നിങ്ങൾ കേസിമോളെ പോലെ ഇങ്ങനെയുള്ള നല്ല കുഞ്ഞുങ്ങളെ, അല്ലെങ്കിൽ കൃപയുള്ള കുഞ്ഞുങ്ങളെ തന്നത്. അവര് അതേപോലെ ദൈവത്തിന് വേണ്ടിയിട്ട് പ്രയോജനപ്പെടുന്ന അനേക കുഞ്ഞുങ്ങൾ അവിടെയുണ്ട്. അതിനിടയ്ക്ക് അനേക ദൈവമക്കൾ നശിച്ചു പോകുന്നതും കാണുന്നുണ്ട്. വളരെ എന്താ പറയാ, മോശമായിട്ട് ജീവിക്കുന്ന ദൈവ മാതാപിതാക്കള്. നമ്മൾ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കേണ്ട ഏറ്റവും വലിയൊരു കാര്യം തലമുറ വിശ്വാസത്തിന് വേണ്ടിയിട്ട് നിൽക്കുവാൻ തക്കവണ്ണം. എന്നാൽ ദാവീദ് ദൈവം വിളിച്ചു ദാവീദ് ദൈവത്തിന് വേണ്ടി ദൈവഹൃദയമുള്ള മനുഷ്യൻ എന്ന് പറഞ്ഞു. എന്നാൽ ദാവീദ് എല്ലാ ജ്ഞാനവും കൃപയും കൊടുത്ത ശലോമോൻ വിഗ്രഹാരാധനയിലേക്കും അവന്റെ ഭാര്യമാർ മുഖാന്തരം ദൈവരാജ്യത്തിൽ നഷ്ടപ്പെട്ടു പോയതുപോലെ 3000 സദൃശവാക്യങ്ങൾ എഴുതി വലിയ പ്രാർത്ഥന കഴിച്ചു, ആലയം പണിതു. പക്ഷെ അവസാനം വിശ്വാസവീരന്മാരുടെ പട്ടികയിൽ ശലോമോൻ ഇല്ലാതെ പോയി. അതുപോലെ നമ്മുടെ തലമുറകൾ ഈ ദിവസങ്ങളിൽ ദൈവസന്നിധിയിൽ ഇല്ലാതെ പോകുവാൻ തക്കവണ്ണം എനിക്ക് ഏറ്റവും പ്രയാസമുള്ളൊരു കാര്യം, അനേകർ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. യൗവനക്കാരായ കുഞ്ഞുങ്ങൾ അവരുടെ ഇടയ്ക്ക് ജ്യോതിസുകളെ പോലെ ദൈവവചനം പ്രമാണിച്ചുകൊണ്ട് നിൽക്കുവാൻ തക്കവണ്ണം നമ്മുടെ തലമുറകളെ ഈ ദിവസങ്ങളിൽ നമ്മൾ ഒരുക്കിയെടുക്കണം. അത് നമ്മുടെ ഒരു ദൈവത്തിന്റെ വലിയൊരു പദ്ധതിയാണ് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നത്. അവരെ കർത്താവിന്റെ രാജ്യത്തിന് വേണ്ടിയിട്ട് നിർത്തുവാൻ തക്കവണ്ണം ഈ ദിവസങ്ങളിൽ നമ്മൾ അതിനു വേണ്ടിയിട്ട് വളരെ പ്രാർത്ഥനയോടെ മാതാപിതാക്കൾ ായിരിക്കണം. അനേക കുഞ്ഞുങ്ങളെ അങ്ങനെ കാണുവാൻ തക്കോണം ഇടയായി തീർന്നെന്ന് അതിലെല്ലാം ഉപരി വീണു പോകാതെ വണ്ണം അവസാനം വരെ നിൽക്കുവാൻ തക്കോണം നമ്മളെയും നമ്മുടെ തലമുറകളെയും ദൈവം ഒരുക്കിയെടുക്കണം. അതിനു വേണ്ടിയിട്ട് നമ്മൾക്ക് ഈ ദിവസങ്ങളിൽ വളരെ ഉത്തരവാദിത്തമാണ്. അതിനുശേഷം എനിക്ക് വളരെ ഒരു ഭാരമായിരുന്നു യൗവനക്കാരെ കുറിച്ച് അവിടെ പോയി കണ്ട് തിരിച്ചു വന്നതിന് ശേഷം. എന്നാൽ ഈ ദിവസങ്ങളിൽ നമ്മളെയും നമ്മുടെ കുഞ്ഞുങ്ങളെയും ഉപയോഗിക്കുവാൻ തക്കോണം ദൈവം ഇടയാക്കണം. അതിനു വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കണം. ദൈവം സഹായിക്കട്ടെ. അനിയത്തിക്ക് ദീപയുടെ ഞാൻ പറഞ്ഞ ക്യാൻസർ വന്നിട്ട് സൗഖ്യമായി. അവളുടെ ഹസ്ബൻഡ് അവർ കുടുംബമായിട്ട് വിശ്വാസത്തിലാണ്. 2 മക്കളാണ്, ആൺകുട്ടികളാണ് ഉള്ളത്. അവൾക്ക് തലമുറയില്ലാതെ 4.5 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് അവൾക്കൊരു കുഞ്ഞിനെ, ഹന്ന പ്രാർത്ഥിച്ചതുപോലെ ഒരു കുഞ്ഞിനെ കൊടുത്തത്. അഭിഷേക്, അവൻ എഞ്ചിനീയറിംഗിന് 3ാം വർഷം ഈ ദിവസങ്ങളിൽ എക്സാം എഴുതിയിട്ടിരിക്കുന്നു. അവനും കർത്താവിന്റെ രാജ്യത്തിന് വേണ്ടിയിട്ട് സുവിശേഷത്തിന് വേണ്ടിയിട്ട് നിൽക്കുന്ന ഒരു കുഞ്ഞാണ്. ഇളയൊരു മോനുണ്ട്, അവന് 9ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്, അഭിനവ്. എന്നാൽ ഈ കുഞ്ഞുങ്ങളെല്ലാം നമ്മുടെ ദൈവത്തിന്റെ നാമത്തിന് വേണ്ടിയിട്ട് നിലനിൽക്കാൻ തക്കണം ഓരോരുത്തരെയും ദൈവം ഉപയോഗിക്കണം. വളരെ കഷ്ടതയിൽ കൂടെയാണ്, പ്രയാസത്തിൽ കൂടെയാണ് ഞങ്ങളെല്ലാം വിശ്വാസത്തിന് വേണ്ടിയിട്ട് നിലനിന്നത്. എൻ്റെ പിതാവ് എന്നെ ഒരുപാട് ബുദ്ധിമുട്ടിക്കുകയും ഉപദ്രവിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ അതിൻ്റെ എല്ലാം ഉപരി എൻ്റെ പിതാവിന് മദ്യപിക്കുമായിരുന്നു, പുകവലിക്കുമായിരുന്നു. അതുകൊണ്ട് ഹാർട്ടിലും ലങ്സിനും ഒക്കെ പ്രോബ്ലം ഉണ്ടായി. എന്നാൽ കൃപയാൽ 2007 അദ്ദേഹം സ്നാനപ്പെടുവാനിടയായി തീർന്നു. 10 വർഷം ദൈവം ആയുസ്സും ആരോഗ്യവും കൊടുത്ത് 2017 എൻ്റെ പിതാവ് മരിക്കുന്ന സമയത്ത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്, അന്ന് ഞങ്ങളുടെ ചർച്ചിലുണ്ടായിരുന്ന വർഗീസ് മാത്യു പാസ്റ്റർ, അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് ദൈവം, അവർ ജസ്റ്റ് വന്നിട്ട് 1-2 മാസമായിട്ടുള്ളൂ. ഞങ്ങളുമായിട്ട് വലിയ കണക്ഷൻസ് ഒന്നുമില്ല, വന്ന് നോക്കിയ ചർച്ചിലുള്ള എല്ലാവരെയും പരിചയപ്പെട്ടു വരുന്നേ ഉള്ളൂ. എന്നാൽ ദൈവദാസിക്ക് ദൈവം ഒരു ദർശനം കൊടുത്തു.
പെട്ടെന്ന് എൻ്റെ ഫാദറിനെ പോയി കാണണം എന്ന്. എന്നാലേ എൻ്റെ അമ്മയ്ക്ക് ക്യാൻസർ സൗഖ്യമായിട്ട് 1 വർഷം കഴിഞ്ഞിട്ടേ ഒരു പരിപൂർണ്ണ സൗഖ്യമായി വന്നിട്ടേ ഉള്ളൂ. എന്നാൽ എൻ്റെ പിതാവിന്റെ മരണസമയത്ത് എൻ്റെ അമ്മ ഒറ്റയ്ക്കേ ഭവനത്തിലുള്ളൂ. ഞങ്ങൾ ഇവിടെയാണ്. എൻ്റെ അനിയത്തിമാർ 2 പേരും അവരെ വിവാഹം കഴിച്ചടത്ത് തന്നെയാണ്. അപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞു വേഗത്തിൽ ആ ഭവനത്തിലേക്ക് പോകാൻ ദൈവാത്മാവ് പ്രേരിപ്പിച്ചു. മരിക്കുന്ന സമയത്ത് കർത്താവിന്റെ ദാസൻ എൻ്റെ ഭവനത്തിലുണ്ട്. എൻ്റെ പിതാവ് മരിക്കുന്ന സമയത്ത് ആ സമയത്ത് ദൈവാത്മാവ് അവരെ അവിടെ നിന്ന് അവരൊരു മീറ്റിങ്ങിൽ ഇരിക്കുക. ആ മീറ്റിംഗ് ഡ്രോപ്പ് ചെയ്തിട്ടാണ് അവര് എൻ്റെ ഭവനത്തിലേക്ക് ചെല്ലുന്നത്. കർത്തദാസന്റെ മടിയിൽ തലവെച്ചിട്ടാണ് എൻ്റെ പിതാവ് മരിക്കുന്നത്. എൻ്റെ കുടുംബക്കാരെല്ലാം ഞങ്ങൾ വിശ്വാസത്തിൽ വന്നപ്പോഴത്തേനും എൻ്റെ അപ്പൻ്റെ കുടുംബം, അമ്മയുടെ കുടുംബം എല്ലാവരും ഞങ്ങളുടെ തകർച്ച കാണാൻ നോക്കിയിരിക്കും. അവരെല്ലാവരും പറഞ്ഞത് അവരുടെ ദൈവങ്ങളെ വിട്ടുപോയോണ്ട് അടിക്കടിയായിട്ട് ഇവർക്ക് ഇങ്ങനെ രോഗവും കഷ്ടവും പ്രയാസവും എല്ലാം വരുന്നു. മരിച്ചു കഴിയുമ്പോൾ ഇവരെന്ത് ചെയ്യും? അടുത്ത ക്വസ്റ്റ്യൻ ആയിരുന്നു. പക്ഷെ ഞാൻ നിങ്ങളോട് പറയാം, മരണത്തിലും കൈവിടാത്ത ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ദൈവം അറിയാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുകയില്ല. കർത്താവ് എൻ്റെ പിതാവ്, അതായത് കർത്തദാസനെയും കുടുംബത്തെയും ദൈവദാസിക്ക് ദർശനം കൊടുത്ത് എൻ്റെ ഭവനത്തിലേക്ക് എൻ്റെ പിതാവിന്റെ മരണസമയത്ത് അയക്കുമ്പം ആ ദൈവത്തിന്റെ വലിയൊരു പ്രവൃത്തിയായിരുന്നു. കർത്തദാസന്റെ മടിയിൽ തലവെച്ചിട്ടാണ് എൻ്റെ പിതാവ് മരിക്കുന്നത്. എന്നിട്ട് പറഞ്ഞ് എൻ്റെ മക്കളെ നോക്കിക്കോണം, എൻ്റെ സരളമേ നോക്കിക്കോണം, ഞാൻ പോവാണെന്ന് പറഞ്ഞിട്ട് പോവാൻ തക്കോണം വലിയൊരു അനുഗ്രഹം എൻ്റെ ദൈവം കൊടുത്തു. അപ്പം നമ്മൾ വിചാരിക്കും നമ്മുടെ ജനനം മുതൽ നമ്മുടെ മരണം വരെ, അല്ലെങ്കിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ വരവ് വരെ നമ്മുടെ സകലതും അറിയുന്ന ഒരു ദൈവം. ആ ദൈവം ജാതികളുടെ മുന്നേ ലജ്ജിക്കാൻ ഞങ്ങളെ ഇടയാക്കിയിട്ടില്ല. ഒരു കാര്യവും ഞങ്ങൾക്ക് ചെയ്യേണ്ട അവസ്ഥ വന്നിട്ടില്ല. ആ ചർച്ചിലുള്ള നൂർനാട് അസംബ്ലീസ് ഓഫ് ഗോഡ് ചർച്ചിലുള്ള സകല ദൈവമക്കളും ഞങ്ങളുടെ ഭവനത്തിലുണ്ടായിരുന്നു. എല്ലാ കാര്യങ്ങളും അവരാ ചെയ്തത്. ഞാൻ ഇവിടുന്ന് എൻ്റെ പിതാവ് മരിച്ചതിന് ശേഷമാണ്. അതിനു മുമ്പ് ദൈവം എനിക്കൊരു ദർശനം കണ്ട് 2 ദിവസം മുമ്പ് വീഡിയോ കോളിൽ എൻ്റെ പിതാവിനോട് സംസാരിക്കുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞൊരു വാക്യമുണ്ട്, ഒരു പക്ഷേ ഇനി തിരിച്ചു വന്ന് നമ്മൾ തമ്മിൽ കാണത്തില്ലായിരിക്കും മോളെ, എന്നാലും കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ് എൻ്റെ മക്കളോടെല്ലാം ഒത്തിരി സമയം സംസാരിക്കാൻ ഇടയായി തീർന്നു. ദൈവം ഒരു ദർശനം എനിക്ക് തന്നു. എൻ്റെ പിതാവിന്റെ വെള്ള തുണിയിൽ ഞാനിങ്ങനെ പൊതിഞ്ഞിട്ടേക്കുന്നത്, ഞാനിങ്ങനെ ആ വെള്ള തുണി പൊക്കി നോക്കുന്നവർ. അപ്പൊ എനിക്ക് മനസ്സിലായി ജീവനോട് ഒരു പക്ഷേ ഞാൻ പോയി കാണുവാൻ കഴിയേയില്ല എന്ന്. എന്നാൽ ആ ചർച്ചിലുള്ള സകല ആൾക്കാരും അനുഗ്രഹിക്കപ്പെട്ട ആ മരണ ശുശ്രൂഷ ഒന്നും എൻ്റെ ബന്ധുക്കൾ ആരും എല്ലാവരും വന്ന് നോക്കി നിന്നതേ ഉള്ളൂ. ദൈവമക്കളെല്ലാം അതിനോട് കൂടെ നിന്ന് ചർച്ചിലെ നല്ലൊരു ഹാലലിയ അടക്കം കൊടുത്തു. എന്നാൽ ഒരു പുനരുത്ഥാനം നമുക്കുണ്ട്. നമ്മുടെ പ്രത്യാശ അതാണ്. മരിച്ചാലും ഹാലലിയ, നമ്മൾ ജീവനോടെ ഇരുന്നാലും കർത്താവ് യേശു ക്രിസ്തുവിന്റെ കാഹളം ധ്വനിക്കുമ്പോൾ നമ്മൾ മരിച്ചവർ അക്ഷയരായി ഉയർക്കുകയും പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നമ്മൾ രൂപാന്തരപ്പെടുകയും നമ്മുടെ പ്രത്യാശ അതാണ്. അപ്പം നമ്മുടെ ആ പ്രത്യാശയ്ക്ക് വേണ്ടിയിട്ട് ഈ ലോകത്തിലുള്ള എല്ലാ കഷ്ടങ്ങളും സാരമില്ല എന്ന് എണ്ണിയിട്ടാണ് നമ്മൾ ജീവിക്കുന്നത്. അവിടെയും ആർക്കും ഞങ്ങളെ കുറ്റം വിധിക്കാൻ ഇടയായി തീർന്നില്ല. എന്നാൽ ഇന്ന് തിരിഞ്ഞ് നോക്കുമ്പം എൻ്റെ കുടുംബത്തിലുള്ള സകലരെക്കാളും ഞങ്ങളെ 3 പേരെയും അനുഗ്രഹിച്ച ദൈവം അവിടെ ആ ദേശത്ത് നിർത്തുവാനായിട്ട് ഇടയായി തീർന്നു. എല്ലാവരും വിചാരിച്ചു ഞങ്ങൾ തകർന്നു പോയി. എന്നാൽ ഒരിക്കലും തകർന്നു പോവാൻ ദൈവം ഒരിക്കലും ഇടയാക്കിയിട്ടില്ല. നിന്ദിക്കാൻ ദൈവം ഇടയാക്കിയിട്ടില്ല. ഓരോ വർഷം കഴിയുന്നോറും തലമുറകളും അതേപോലെ തന്നെ അവരുടെ മറ്റുള്ളവർ നോക്കിയാൽ അവരുടെ ജീവിത വിശുദ്ധി ആയിക്കോട്ടെ, അവരുടെ എഡ്യൂക്കേഷൻ ആയിക്കോട്ടെ, വാട്ട് എവർ ഈസ് ദെയർ, എല്ലാം ദൈവം നന്മയ്ക്കായിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇന്ന് ഞാൻ നിത്യസ്നേഹം കൊണ്ട് ഞാൻ യെരമ്യാവിൽ പറയുന്ന പോലെ ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കുന്നു, അതുകൊണ്ട് നിനക്ക് ദയ ദീർഘമാക്കിയിരിക്കുന്നു. എവർലാസ്റ്റിംഗ് ലവ്, എവർലാസ്റ്റിംഗ് ദയ, അത് നിത്യത മുതൽ നിത്യത വരെയുള്ള ആ ദൈവത്തിന്റെ സ്നേഹം, അതാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. കാരണം എന്താ വെച്ചാൽ മനുഷ്യൻ നമ്മളെ തള്ളിക്കളയും, ഹാലയിലെ ഭൂമി നമ്മുടെ മാതാപിതാക്കൾ ഉപേക്ഷിക്കും, സഹോദരങ്ങൾ തള്ളിക്കളയും, കൂട്ടുകാർ ഹാലയിൽ ഉപേക്ഷിക്കും. പക്ഷെ ലോകാവസാനത്തോളം എല്ലാ നാളും ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടെന്ന് അരുളി ചെയ്ത കർത്താവ്, ആ ക്രൂശിൽ കർത്താവായ യേശു ക്രിസ്തു ഓരോ ചാട്ടടിവാറ് കൊള്ളുമ്പോഴും നമ്മുടെ പാപങ്ങളുടെ പരിഹാരത്തിന്, നമ്മുടെ രോഗത്തിന്റെ സൗഖ്യത്തിന് വേണ്ടി, നമ്മുടെ നന്മയ്ക്കായിട്ട് ആ ദൈവം അതെല്ലാം ചെയ്തതെന്ന് മനസ്സിലാക്കി കഴിഞ്ഞു കഴിയുമ്പോൾ അത് മനസ്സിലാക്കാതെ പലരും ഇന്ന് നമ്മൾ ജീവിക്കുന്നത്. എന്നാൽ ആ ക്രൂശിലേക്കൊന്ന് നോക്കുമ്പോൾ ഈ ലോകത്തിലെ കഷ്ടങ്ങളെല്ലാം സാരമില്ല എന്ന് എണ്ണുവാൻ തക്കോണം ദൈവം നമ്മളെ സഹായിക്കും. അനവധി കഷ്ടങ്ങളും പ്രയാസം കർത്താവ് യേശു ക്രിസ്തു ഭൂമിയിൽ കന്ന് അല്ലെ ഈ ദാസരൂപം എടുത്ത് മനുഷ്യനായി വിളങ്ങി നമ്മൾക്ക് വേണ്ടിയിട്ട് ഓരോ കഷ്ടത സഹിക്കുമ്പോഴും, ഈ ചാട്ടവാറടി കൊള്ളുമ്പോഴും, അല്ലെ കർത്താവിന് മുൾക്കിരീടം വെക്കുമ്പോഴും നമുക്ക് വേണ്ടിയിട്ടാണെന്നൊന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ഈ ലോകത്തിലെ കഷ്ടങ്ങളൊക്കെ നമുക്ക് സാരമില്ല എന്ന് അല്ലെങ്കിൽ എണ്ണിക്കൊണ്ട് പ്രത്യാശയോടെ നമുക്ക് ജീവിക്കാൻ കഴിയും. എന്നാൽ ഈ കുവൈറ്റിൽ ഞങ്ങൾക്ക് അനേക കഷ്ടങ്ങൾ കടന്നു വന്നിട്ടുണ്ട്. ഞാൻ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് കടന്നു വന്നിട്ടുണ്ട്. ഞങ്ങളുടെ കമ്പനിയിൽ ഞങ്ങൾക്ക് ശമ്പളമില്ലാതെ വന്നിട്ടുണ്ട്. പക്ഷെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഒരിക്കലും ലജ്ജിക്കാൻ ഇടയാക്കിയിട്ടില്ല.
മനുഷ്യരുടെ മുന്നിൽ കൈ നീട്ടുവാൻ ദൈവം ഇതുവരെ ഇടയാക്കിയിട്ടില്ല. ആ ദൈവത്തിന്റെ ഒരു വലിയ പ്രവൃത്തി. ഞങ്ങൾ രണ്ടുപേരും കറാഫി നാഷണൽ എന്ന് പറഞ്ഞ കമ്പനിയിലായിരുന്നു ജോലി ചെയ്യുന്നത്. ഒരു സമയമായപ്പം ഞങ്ങളുടെ കമ്പനി, എൻ്റെ മോള് 9ാം ക്ലാസ്സിൽ, മൂത്ത മോള് 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴത്തേന് അവിടുത്തെ ശമ്പളം ഞങ്ങളുടെ ഇത് നിന്ന്, കമ്പനി ഈ കുവൈറ്റിലുള്ള നല്ല ഏറ്റവും ബെസ്റ്റ് കമ്പനിയിൽ ഒരു കമ്പനിയായിരുന്നു. എന്നാൽ 9 മാസം എൻ്റെ ഹസ്ബൻഡിന് ശമ്പളം കിട്ടിയില്ല. എനിക്ക് 6 മാസവും ശമ്പളമില്ല. ഒന്നിടവിട്ട മാസങ്ങളിൽ എനിക്ക് ഓരോ ശമ്പളം കിട്ടും. അത് മാത്രമേ ഉള്ളൂ. ഞങ്ങൾക്ക് റെന്റ് കൊടുക്കാനും ആഹാരത്തിനുള്ളത് കൊണ്ട് ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഫീസ് പോലും കൊടുക്കാൻ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടേണ്ട അവസ്ഥ വന്ന്. പക്ഷേ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഒന്നുമില്ലായ്മയിൽ യെരമ്യാ പ്രവചനം 32ാം അധ്യായത്തിൽ നിന്ന് ഞങ്ങൾ 21 ഡേയ്സ് അന്ന് ഫാസ്റ്റ് ചെയ്തു. എന്നാൽ കർത്താവായ ദൈവം ഞങ്ങളോട് അരുളി ചെയ്തു, നിങ്ങൾ ഒരിക്കലും ലജ്ജിക്കാൻ ഇടവരുത്തില്ല. ഞാൻ ദൈവത്തിന്റെ വാഗ്ദത്തം ഇങ്ങനെ ഞങ്ങൾ ഉപവസിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം തന്ന കാലം വാഗ്ദത്തം ഒരുങ്ങിനാണ്. ആധാരം എഴുതി നേരിയാവിന്റെ മകനായ ബാരൂക്കിന്റെ പക്കൽ ഏൽപ്പിച്ച ശേഷം അതിന്റെ 16ാം വാക്യത്തിൽ പറയുന്നതാണ്, ഞാൻ യഹോവയോട് പ്രാർത്ഥിച്ചു, അയ്യോ യഹോവയായ കർത്താവേ, നിന്റെ മഹാശക്തി കൊണ്ടും നീട്ടിയ ഭുജം കൊണ്ടും നീ ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കി. നിനക്ക് അസാധ്യമായതൊന്നുമില്ല. നീ 1000 തലമുറ വരെ ദയ കാണിക്കുകയും പിതാക്കന്മാരുടെ അകൃത്യത്തിന് അവരുടെ ശേഷം അവരുടെ മക്കളുടെ മാർവിളത്തിൽ പകരം കൊടുക്കുകയും ചെയ്യുന്ന മഹത്വവും വല്ലഭത്വമുള്ള ദൈവമേ, സൈന്യങ്ങളുടെ യഹോവ എന്നല്ലോ നിന്റെ നാമം. നീ ആലോചനയിൽ വലിയവനും പ്രവൃത്തിയിൽ ശക്തിമാനുമാകുന്നു. ആലോചനയിൽ വലിയവനും പ്രവൃത്തിയിൽ ശക്തിമാനുമായ ദൈവം. ഞങ്ങൾ വിചാരിച്ച, എൻ്റെ ഹസ്ബൻഡ് ആ കമ്പനിയിൽ 23 വർഷം ജോലി ചെയ്തത്. അപ്പം 23 വർഷത്തെ ഞങ്ങളുടെ ഇൻഡംനിറ്റി, ഞാനൊരു 16 വർഷം അവിടെ ജോലി ചെയ്ത് അതെല്ലാം നഷ്ടപ്പെട്ടു പോകുമെന്ന് ഞങ്ങൾ വിചാരിച്ചു. എന്നാൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, ഇന്നും ആ കമ്പനിയിൽ അനേകർക്ക് അതൊന്നും കിട്ടിയിട്ടില്ല. ഈ ദൈവം നമ്മളോട് പറയുന്നത് നമ്മൾ വിശ്വസിക്കുക. ഒന്നുമില്ലായ്മയിൽ നിന്ന് ഈ സകലത്തിനെ ഉണ്ടാക്കാൻ കഴിവുള്ള ഒരു ദൈവം. ഞങ്ങളുടെ ആ ഒരു പൈസ പോലും നഷ്ടപ്പെട്ടാതെ സകലതും ഞങ്ങൾക്ക് മടക്കി ലഭിക്കുവാൻ ഇടയായി തീർന്നു. ദൈവത്തിന് നന്നായിട്ടറിയാം, ഞങ്ങൾ ദൈവനാമത്തിന് വേണ്ടിയിട്ട്, ഈ വിശ്വാസത്തിന് വേണ്ടിയിട്ട് നിൽക്കുമ്പം ഞങ്ങൾക്കായിട്ടൊന്നും ഈ ഭൂമിയിൽ സമ്പാദിച്ചിട്ടില്ലായിരുന്നു അതുവരെ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുക, ബാക്കിയുള്ളത് ദൈവവേലയ്ക്കും സുവിശേഷ വേലയ്ക്കും വേണ്ടിയിട്ട് ഞങ്ങൾ ചെലവിടുക. ഇതായിരുന്നു ഞങ്ങളുടെ കയ്യിൽ ഒന്നുമില്ല. ഞങ്ങളുടെ ബാങ്കിൽ 0 ബാലൻസാ, ഒന്നുമില്ല ഞങ്ങളുടെ കയ്യിൽ. ഇരിക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്, യെരമ്യാവ് കാവൽപ്പുരമുറ്റത്ത് അടയ്ക്കപ്പെട്ടിരിക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് യെരമ്യാവിനോട് പറയാണ്, നീ ആധാരം എഴുതി നിന്റെ വലിയപ്പന്റെ മകനായ ശല്ലൂമിന്റെ മകൻ വന്നിട്ട് അവന്റെ നിലം മേടിക്കാൻ പറയും, നീ അത് വാങ്ങിച്ചു മുദ്രയിടണമെന്ന്. ഒന്നുമില്ലാതിരിക്കുമ്പോൾ നമ്മൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ? നമുക്ക് ശമ്പളമില്ല, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഫീസ് കൊടുക്കാൻ നിവൃത്തിയില്ലാതെ ഇരിക്കുമ്പം നമുക്ക് ഈ ആധാരം എഴുതി മുദ്രയിടാൻ പറഞ്ഞത് സംഭവിക്കുമെന്ന് വിശ്വസിക്കാൻ കഴിയുമോ? ഒരു മനുഷ്യർക്കും ഞങ്ങളുടെ ആ സാഹചര്യത്തിൽ വിശ്വസിക്കാൻ കഴിയില്ല. പക്ഷെ എൻ്റെ ദൈവം അത് ചെയ്തു. നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ? അങ്ങനെ ഇരിക്കും. ആ സമയത്ത് എൻ്റെ കൊച്ചനിയത്തിയുടെ വീടിന്റെ തൊട്ടടുത്ത് വള്ളികുന്നെന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു വീട് സ്ഥലവും, ഞങ്ങൾ നാട്ടിൽ അതിന് മുമ്പത്തെ വെക്കേഷന് കടന്നു പോകുമ്പോൾ ജസ്റ്റ് അവർ പറഞ്ഞു, എന്തായാലും നിങ്ങൾക്കൊരു വീട് വേണം, നിങ്ങൾ നോക്കെന്ന് പറഞ്ഞു. പക്ഷെ ഞങ്ങൾക്ക് സാമ്പത്തികമായിട്ട് ഞങ്ങൾക്കറിയാം ഞങ്ങളുടെ സിറ്റുവേഷൻ എന്തുവാണെന്ന്. ഗൾഫിൽ 2 പേര് ജോലി ചെയ്യുമ്പോൾ എല്ലാവരും വിചാരിക്കും ഇവരുടെ കയ്യിൽ ഇഷ്ടം പോലെ പൈസ ഉണ്ടെന്ന്. ഞങ്ങളുടെ കയ്യിൽ ഒന്നുമില്ല എന്നുള്ളത് ഞങ്ങൾക്കും ഞങ്ങളുടെ ദൈവമായ കർത്താവിനും മാത്രമേ അറിയുള്ളൂ. ഞങ്ങൾ വിശ്വാസത്തിൽ ജീവിക്കുന്നവരാ. നമുക്ക് ആ സമയത്ത് നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയാത്തൊരവസ്ഥയിലെ. അപ്പൊ ഞങ്ങൾ ചെന്ന് നോക്കിയപ്പം ഒരു ഖത്തറിലോ ദുബൈയിലോ അങ്ങോട്ടുള്ള ഒരു മനുഷ്യന്റെ വീടാണത്. അവര് പറഞ്ഞു, 1 കോടി രൂപ വേണം ഈ വീട് വാങ്ങിക്കണമെങ്കിൽ. 80 ലക്ഷം രൂപ പറഞ്ഞാൽ നിങ്ങൾക്ക് ഞാനത് 1 കോടിയാണേ തരാം. ഞങ്ങളത് അപ്പോഴേ അവിടുന്ന് സ്ഥലം വിട്ടു. കാരണം 5 പൈസ കയ്യിലില്ലാത്തവർ പോയിട്ട് 1 കോടി രൂപയുടെ വീട് നോക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ? ഞങ്ങൾ ആഗ്രഹിച്ചതുമില്ല. സത്യം, ഞങ്ങൾ ഒരിക്കലും ആഗ്രഹിച്ചിട്ടുമില്ലായിരുന്നു. ഞങ്ങൾ തിരിച്ച് കുവൈറ്റിൽ വന്ന് ഞങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ട് നടന്നുകൊണ്ട് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഫീസ് കൊടുക്കാൻ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുന്ന ഒരു സമയം 2 പ്രാവശ്യം ഞങ്ങൾ ഈ ഗൾഫ് ഇന്ത്യൻ സ്കൂളിൽ പോയിട്ട് ലെറ്റർ എഴുതി കൊടുത്ത് ഞങ്ങൾക്ക് ശമ്പളം ഇല്ലാത്തത് കൊണ്ട് ഫീസ് ഞങ്ങൾ ഡിലേ ആയിട്ടേ തരുവുള്ളൂ. ആ സ്കൂള് ഞങ്ങളോട് കൂടെ നിന്നു. എന്നാൽ വലിയവനായ ദൈവം ഒരു പൈസ പോലും നഷ്ടപ്പെട്ടു പോകാതെ ആ 9 മാസത്തെ ചെക്ക് ആദ്യം എൻ്റെ ഹസ്ബൻഡിന് ഒന്നിച്ച്, ആ കമ്പനി പൂട്ടിപ്പോകുന്ന സമയത്ത് ആ കമ്പനിയുടെ ഒരു സിസ്റ്ററിനെ കണ്ട് MA ഖറാഫി എന്ന് പറഞ്ഞൊരു കമ്പനിയിലേക്ക് അതിലേക്കാട്ടിലും നല്ലൊരു എമൗണ്ട് സാലറി ദൈവം പറഞ്ഞ്, നീ യിരെമ്യാവിനോട് പറഞ്ഞ്, നീ അവിടെ നിൽക്കാൻ യെരൂശലേമില് അവിടെ വിട്ടു പോകേണ്ട ആവശ്യമില്ല, പ്രവാസത്തിലേക്ക് പോയിക്കോട്ടെ. അനേക ജനങ്ങൾ ദൈവത്തെ വിശ്വസിക്കാത്ത, ദൈവവചനം കേൾക്കാത്ത, യിരെമ്യാവ് പ്രവചനം 1-ാം അധ്യായം തുടങ്ങി 52-ാം അധ്യായം വരെ പ്രവചിച്ചപ്പോൾ ആ പ്രവചനം കേൾക്കാത്ത ഒരു പ്രവാസത്തിലേക്ക് കടന്നുപോയി. എന്നാൽ യിരെമ്യാവ് പ്രവചിച്ച യിരെമ്യാവിനെ അവിടെ നിർത്തിയതുപോലെ എന്റെ കുടുംബത്തെ ഈ ദേശത്ത് ദൈവം നിർത്തി. ഇപ്പോഴും എൻ്റെ ഹസ്ബൻഡ് ആ കമ്പനിന്റെ ഒരു സിസ്റ്റർ കൺസേണിൽ തന്നെ ജോലി ചെയ്യുന്നത്. അവിടുന്ന് ഞങ്ങളുടെ ഹാലിൽ അദ്ദേഹം, നമുക്കറിയാം ഇവിടുത്തെ കുവൈറ്റ് ലേബർ ലോ അനുസരിച്ച് നമ്മുടെ 18 മാസത്തെ ശമ്പളം നമുക്ക് ദൈവം 1 പൈസ കുറയാതെ
അത് മുഴുവനായിട്ട് എന്നിട്ട് ഒരു മനുഷ്യന് ഒരു വീടും കടം വാങ്ങിക്കാതെ ആ പൈസ ഞങ്ങൾ ഒരു കോടിയും കൊടുത്തില്ല. കോവിഡ് വന്നപ്പോഴത്തേനും വീടിന്റെ സ്ഥലത്തിന്റെ ഇതിന്റെ എല്ലാം വില ഇടിഞ്ഞു. ഞങ്ങള് ആഗ്രഹിച്ച് അവരെന്നിട്ട് ഇങ്ങോട്ട് വരുവാൻ ഇടയായി തീർന്നു. ഞങ്ങൾക്ക് എൻ്റെ ഹസ്ബൻഡിന്റെ നമ്പർ തേടി പിടിച്ചിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് തരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ അതിന്റെ ഒന്നും അതിന് പകുതിയോളമേ ഞങ്ങൾ കൊടുത്തു. അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ദൈവം അങ്ങനെ ഒരു 10 സെന്റ് സ്ഥലം ഒരു വീടും തരുവാനിടയായി തീർന്നു. ദൈവത്തിന്റെ ഭൂമിയിലെ കാര്യങ്ങളാണെങ്കിലും സ്വർഗീയമായ കാര്യങ്ങളാണെങ്കിലും ദൈവം നമ്മളോട് എന്ത് പറയുന്നു? എൻ്റെ പൈസ ഒന്നും നഷ്ടപ്പെട്ടു പോയില്ല. ഞാനിവിടെ ABJ എന്ന് പറഞ്ഞ അവരോട് സിസ്റ്റർ കൗൺസിലിലേക്ക് അന്നേരം ഞാൻ ട്രാൻസ്ഫർ ആയി. എൻ്റെ മോളുടെ എല്ലാ 6 വർഷം അവളുടെ പഠിത്തത്തിനുള്ള ഫീസ് എൻ്റെ ഇൻഡെംനിറ്റി ആയിരുന്നു. ഓരോ 3 മാസം കൂടുമ്പം ദൈവം എനിക്ക് അവിടുന്ന് തരുവാനായിട്ട് ഇടയായിരുന്നു. ഒരു പൈസ നഷ്ടപ്പെട്ടു പോകാതെ എൻ്റെ മോളെ പഠിപ്പിച്ച് പുറത്തെടുക്കുവാൻ തക്കോണം. നമ്മൾ ജാതികളുടെ മുന്നിലെ കൈനീട്ടേണ്ട ഗതികേട് ദൈവം വരികയില്ല എന്ന് ഒരു പ്രാവശ്യം കൂടെ ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ രുചിച്ചറിയാൻ ഇടയായി തീർന്നു. ആ ദൈവം എത്ര വലിയ, ഞാൻ നിങ്ങളോട് പറയുന്നത് ജീവനോടെ ഇന്നും ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇരുന്നിട്ട് പറയാം, എനിക്ക് ഒരു മനുഷ്യരെയും ആശ്രയിക്കാതെ ദൈവം ഞങ്ങളുടെ സകല ഇന്ന് വരെ ഇനി നാളെ ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ കർത്താവ് അത് ചെയ്യുമെന്ന്. എന്നിട്ട് ഞാൻ ഇപ്പം ജോലി ചെയ്യുന്നത് ഇവിടെ ഗൾഫ് ഗ്ലാസ് മാനുഫാക്ചറിങ് കമ്പനി എന്ന് പറയുന്ന ഒരു മാനുഫാക്ചറിങ് കമ്പനി, ഗ്ലാസ് ബോട്ടിൽ മാനുഫാക്ചർ ചെയ്യുന്ന അവിടെയും ദൈവം എന്നെ ഞങ്ങളെ അനുഗ്രഹിച്ചു പടിപടിയായിട്ട്. ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ എത്രയുണ്ടെങ്കിലും അത് ഒന്നും ഇല്ല എന്ന് നമ്മൾ വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണും. അത് ഈ ഭൂമിയിലെ കാര്യങ്ങളായിട്ട് എൻ്റെ കുഞ്ഞുങ്ങളുടെ എഡ്യൂക്കേഷൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മുടെ സാമ്പത്തിക ബുദ്ധിമുട്ടായിക്കോട്ടെ, ഞാൻ പറഞ്ഞല്ലോ രോഗത്തിന്റെ അവസ്ഥ ഞങ്ങളുടെ ജീവിതത്തിൽ കടന്നു വന്നു. ഇതിലെല്ലാം എൻ്റെ ദൈവം വിശ്വസ്തനായിരുന്നു. പലപ്പോഴും നമ്മൾ അവിശ്വസ്തരായി പാർത്താലും ദൈവത്തിന്റെ വിശ്വസ്തത കുറഞ്ഞു പോകുന്നില്ല. ദൈവം പറഞ്ഞു, ഞാൻ നിന്നെ ഒരു നാളും അനാഥയായി കൈവിടുകയില്ല എന്ന് പറഞ്ഞു. നിത്യസ്നേഹം കൊണ്ട് ഞാൻ നിന്നെ സ്നേഹിച്ച് നിന്നെ വിളിച്ചു. ആ ദൈവത്തിന്റെ സ്നേഹം എത്ര വലിയതാ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ എൻ്റെ ടെസ്റ്റിമണി പറയുമ്പം ഒരിക്കലും ലജ്ജിച്ചു പോകാൻ ദൈവം ഇടയാക്കിയിട്ടില്ല എന്നെ. ഞാൻ ഈ നിമിഷം വരെ അത് ഏത് കാര്യം എടുത്തു നോക്കിയാലും, ഞങ്ങളുടെ ആത്മീക കാര്യത്തിലായിക്കോട്ടെ, അല്ലെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവൻ വെളിപ്പാടും ദർശനവും കാണുന്ന ഒരു ദേവദാസന. അതുകൊണ്ട് നമുക്ക് പലർക്കും ഇഷ്ടമല്ല ദർശനമില്ലാത്ത ആൾക്കാർക്ക് ദർശനം കാണുന്നവരെ ഇഷ്ടമല്ല. അദ്ദേഹം വചനം പ്രസംഗിക്കുന്നുണ്ട്, വചനം പഠിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ദേവദാസന. അപ്പം വചനം പഠിക്കാത്ത ഒരാൾക്ക് വചനം പഠിപ്പിക്കുന്നത് ഇഷ്ടമല്ല. നമ്മുടെ ഇടയ്ക്കുള്ള ഇതാ. പക്ഷെ ദൈവം ഒരിക്കലും ലജ്ജിക്കാൻ ഇടയാക്കിയിട്ടില്ല ഞങ്ങളെ. ഞങ്ങൾക്ക് ദൈവം തന്ന ശുശ്രൂഷ മറ്റുള്ളവരോട് സുവിശേഷം പറയുക, അവരെ ക്രിസ്തു എന്ന തലയോളം വളർത്തിയെടുക്കുക, ആ ഒരു ശുശ്രൂഷ ദൈവം തന്നിട്ടുണ്ട്. പിന്നെ ദൈവം തന്ന ടെസ്റ്റിമണി, ദൈവം തന്ന സാക്ഷ്യം മറ്റുള്ളവരോട് പറയാം. ഇന്ന് അനേകത്ത് ഞാൻ ഈ കുവൈറ്റിലിരുന്നുകൊണ്ട് ഒരുപാടിടത്ത് അനേക ദേവദാസിമാർ എന്നെ വിളിച്ചിട്ട് എനിക്ക് എൻ്റെ സാക്ഷ്യം പറഞ്ഞ് അവരെ ബലപ്പെടുത്തുവാൻ ദൈവമായ കർത്താവ് ഞങ്ങളെ സഹായിക്കുന്നു. ഞാൻ ഇറങ്ങി തിരിച്ചപ്പോൾ ദൈവത്തിന്റെ വാഗ്ദത്തം ലോകത്തിന്റെ പല ദേശത്തുള്ളവരോട് സുവിശേഷം പറയാൻ, ലോകം അനേക രാജ്യങ്ങളിലേക്ക് ഇന്ന് നമ്മൾക്ക് ഇങ്ങനൊരു സൂം പ്ലാറ്റ്ഫോം തന്ന അനേക രാജ്യങ്ങളിലാണ് നമ്മൾ ഇന്ന് ആയിരിക്കുന്നത്. എവിടെ ആയിരുന്നാലും ദൈവം ചേരുന്ന നന്മയെക്കുറിച്ച്, അനുഗ്രഹത്തെക്കുറിച്ച് പറയുവാൻ തക്കോണം, സ്നേഹിക്കുന്ന ദൈവത്തെക്കുറിച്ച് പറയുവാൻ തക്കോണം. നമ്മുടെ പ്രത്യാശ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു വരും നിശ്ചയം. ആ പ്രത്യാശയ്ക്കായിട്ട് നമ്മൾ കാത്തിരിക്കുന്ന, ആ പ്രത്യാശയിൽ ജീവിക്കുവാൻ തക്കോണം ദൈവം നമ്മളെ ഓരോരുത്തരെയും ഈ ദിവസങ്ങളിൽ സഹായിക്കണം. ദൈവത്തിന്റെ വചനം അങ്ങനെയാണ് നമ്മളോട് പറയുന്നത്. യെരമ്യാവിനോട് പറഞ്ഞതുപോലെ ആ നഷ്ടപ്പെട്ടു പോകുന്ന ഹാലലിയ ദൈവത്തിൽ നിന്നും പിന്മാറിപ്പോയെന്ന ജനത്തെ കൊണ്ടുവരുവാൻ തക്കോണം. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്നലെ ഞാൻ ഒരു മെസ്സേജ് സംസാരിച്ചു. ലാമന്റേഷന്റെ പുസ്തകം 3-ാം അധ്യായത്തില് അവൻ ഹാലലിയ കരുണ തീർന്നു പോകാത്ത, ദയ തീർന്നു പോകാത്ത ഒരു ദൈവം, നിത്യസ്നേഹം കൊണ്ട് നമ്മളെ സ്നേഹിച്ച ആ ദൈവം, നമ്മൾ അവര് പ്രവാസത്തിലേക്ക് കടന്നുപോയെങ്കിൽ അവരെ മടക്കിക്കൊണ്ടുവരുവാൻ തക്കവണ്ണം ദൈവത്തിന് അവരോട് കരുണ തോന്നി. പലപ്പോഴും അങ്ങനെയാണ്, നമ്മൾ പിന്മാറിപ്പോകും. അബ്രഹാമിനോട് വാഗ്ദത്തം ചെയ്തെന്ന് പറഞ്ഞതുപോലെ ഇസ്രായേൽ മക്കളെ പുറപ്പെടുവിച്ച് മിസ്രൈമിന്റെ അടിമത്തത്തിൽ നിന്ന് എന്ത് ചെയ്തു? അവരെ പുറപ്പെടുപ്പിച്ച് ചെങ്കടൽ കളർന്ന് അവരെ ഹാലല് കൊണ്ടുവന്ന അവര് പലരും ഹാലല് മരുഭൂമിയിൽ പട്ടുപോയി. ജീവിതത്തിൽ അവരുടെ പ്രയാസം, മരുഭൂമിയിലെ യാത്ര അവർക്ക് കഠിനമായി തോന്നി. അവർ പിറുപിറുത്തു. അവർ മോശയ്ക്കും ഹാരോനും ഹാലല് എതിരായി പിറുപിറുത്തു. അവർ പലരും പട്ടുപോയി. എന്നാൽ ഒരു കാലേബും യോശുവയും നിന്നതുപോലെ വിശ്വാസത്തിന് വേണ്ടി വേറൊരു ഹൃദയമുള്ളവരായി കർത്താവിന്റെ നാമത്തിന് വേണ്ടി നിൽക്കുവാൻ തക്കോണം. കൊരിന്ത്യലേഖനത്തിൽ പറയുന്ന 10-ാം അധ്യായത്തിൽ പറയുന്ന 1 കൊരിന്ത്യർ പറയുന്നത് അവർ ഒരേ ആത്മീയ ആഹാരം കഴിച്ചു, ഒരേ ആത്മീയ പാനം കുടിച്ചു, അവരെ അനുഗമിച്ച പാറ ക്രിസ്തുവായിരുന്നു. എന്നാൽ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല. ഈ ദിവസങ്ങൾ ദൈവം പ്രസാദിക്കുന്നവരായി നമ്മൾ തീരുവാൻ തക്കോണം. ദൈവപ്രസാദം ലഭിച്ചു സ്വർഗരാജ്യത്തിൽ എത്തുവാൻ തക്കവണ്ണം. ഒരു മനുഷ്യന്റെ, യെരമ്യാവ് പറയുന്നതാണ്, ഒരു മനുഷ്യന്റെ അരയിലെ കച്ച പറ്റിയിരിക്കുന്നത് പോലെ ദൈവത്തിന് ഇഷ്ടമായിരുന്നു അവരോട് പറ്റിയിരിക്കുവാൻ തക്കോണം. എന്നാൽ അവര് പിന്മാറി പോകുവാൻ ഇടയായി തീർന്നു. ഈ ദിവസങ്ങൾ നമ്മുടെ പിന്മാറ്റത്തിൽ നിന്ന് മടങ്ങി വരുവാൻ തക്കോണം, ദൈവസ്നേഹത്തിലേക്കൊന്ന് മടങ്ങി വരുവാൻ തക്കോണം, കർത്താവിനോടൊന്ന് പറ്റിയിരിക്കാം. 91-ാം സങ്കീർത്തനം പറയുന്നത്, അവൻ എന്നോട് പറ്റിയിരിക്കാൻ ഞാൻ അവനെ വിടുവിക്കും, അവൻ എൻ്റെ നാമത്തെ അറിയാൽ ഞാൻ അവനെ ഉയർത്തും, ഞാൻ അവനെ വിടുവിച്ച് മഹത്വപ്പെടുത്തും. ദൈവം നമ്മളെ വിടുവിച്ച് മഹത്വപ്പെടുത്തണം. ദൈവത്തോടൊന്ന് പറ്റിയിരിക്കണം, ദൈവഹൃദയമുള്ള മനുഷ്യരായിട്ടൊന്ന് തീരണം.
ദൈവത്തിന്. എന്നാൽ ദാവീദ് പാപം ചെയ്തു. ദൈവഹൃദയമുള്ള മനുഷ്യൻ ദാവീദ് എന്റെ സ്നേഹിതനാണെന്ന് അബ്രഹാമിനെ കുറിച്ച് പറഞ്ഞു. ദാവീദ് പാപം ചെയ്തു. പക്ഷേ നാഥാൻ പ്രവാചകൻ വന്ന് അവനോട് പറഞ്ഞപ്പോൾ അവൻ ചെയ്തത് എന്താ? അവന്റെ പാപം ഏറ്റുപറഞ്ഞ് അവൻ ഉപേക്ഷിക്കുവാനായിട്ട് ഇടയായി തീർന്നു. ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവർക്ക് കരുണ ലഭിക്കും. ഈ ദിവസങ്ങൾ ദൈവത്തിന്റെ കരുണ ലഭിച്ച് ദൈവസന്നിധിയിൽ മുന്നേറുവാൻ തക്കവണ്ണം നമ്മുടെ കഷ്ടങ്ങളിലായിക്കോട്ടെ, പ്രയാസങ്ങളിലായിക്കോട്ടെ. 107 സങ്കീർത്തനം 17 വാക്യത്തിൽ പറയുന്നത് എന്തോ? യഹോവയുടെ ദയവോ എന്നും എന്നേക്കുമുള്ളത്, അവന്റെ ഭക്തന്മാർക്കും അവന്റെ നീതി അവരുടെ മക്കളുടെ മക്കൾക്കും ഉണ്ടാകും. ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ ദയ എന്നും എന്നേക്കും നമുക്കും നമ്മുടെ മക്കൾക്കും, അല്ലെങ്കിൽ അവരുടെ മക്കൾക്കും ദൈവത്തിന്റെ നീതി ലഭിക്കുവാൻ തക്കവണ്ണം നമ്മൾ നീതിയുള്ളവരായി വിശുദ്ധരായി ദൈവത്തിന്റെ സന്നിധിയിൽ നിൽക്കണം. ദൈവത്തിന്റെ വചനം പറഞ്ഞ് വിശുദ്ധൻ ഇനിയും തന്നെ റെവലേഷനിൽ പറയുന്നത് വിശുദ്ധീകരിക്കട്ടെ, അഴുക്കുള്ളവൻ അടുക്കാടിക്കൊള്ളട്ടെ. നമ്മൾ നമ്മളെ തന്നെ വിശുദ്ധീകരിച്ച് 21 അധ്യായത്തിൽ പറയുന്നത് നമ്മൾ മക്കളാണ്. ദൈവം നമ്മുടെ പിതാവായി തീരുന്ന ഒരു ദിവസം. നമ്മുടെ കാത്തിരിപ്പ് അതാണ്. ആ കാത്തിരിപ്പിന് വേണ്ടിയിട്ട് നമ്മൾ ദൈവം അഡോപ്റ്റ് ചെയ്ത്, ആ അഡോപ്ഷനിൽ കൂടെ നമ്മൾക്ക് മക്കളാകുവാനുള്ള അവകാശം ദൈവം തന്നു. അബ്ബാപിതാവ് എന്ന് വിളിക്കാനുള്ള സ്വപുത്രന്റെ ആത്മാവ് ദൈവം നമുക്ക് തന്നു. ക്രിസ്തുവിൽ നമുക്ക് സഹോദരനായി തീരുവാൻ തക്കോണം, ക്രിസ്തുവിന്റെ സഹോദരങ്ങളായി തീരുവാൻ ആ വാഗ്ദത്തം പ്രാപിച്ച നമ്മൾ ഈ ദിവസങ്ങൾ നീതിയുള്ളവരായി റൈച്ചസ് ആയിട്ട് ദൈവത്തിന്റെ സന്നിധിയിൽ നിൽക്കുവാൻ തക്കോണം ദൈവം നമ്മളെ സഹായിക്കണം. യെശയ്യാവിൻ 54 പറയുന്നത് എന്തോ 8-9 അല്പനേരത്തേക്ക് മാത്രം ഞാൻ നിന്നെ ഉപേക്ഷിച്ചു, എങ്കിലും മഹാകരുണയോടെ ഞാൻ നിന്നെ ചേർത്തുകൊള്ളും. ആ ദൈവം പലപ്പോഴും നമ്മളുടെ അതിക്രമങ്ങൾ മാത്രം നമ്മളെ അല്പസമയത്തേക്ക് ഉപേക്ഷിച്ചാലും മഹാകരുണയോടെ ചേർത്തുകൊള്ളുന്ന ഒരു ദൈവം. എഫേസ്യ ലേഖനം 1-ാം അധ്യായം 2-ാം അധ്യായത്തിൽ പറയുന്നത്, കരുണാസമ്പന്നനായ ദൈവവും നമ്മെ സ്നേഹിച്ച മഹാസ്നേഹ നിമിത്തം അതിക്രമങ്ങളാലെ മരിച്ചവരായിരുന്നു നമ്മളെ ക്രിസ്തുവിനോടുകൂടെ ജീവിപ്പിച്ച ആ സ്നേഹത്തെക്കുറിച്ച് മനസ്സിലാക്കി കഴിയുമ്പം നമ്മുടെ അതിക്രമങ്ങൾ ആദാം മുഖാന്തരം സകല മനുഷ്യരും പാപികളായി തീർന്നു. എന്നാൽ പാപത്തിന്റെ ശമ്പളം മരണം. ആ മരണത്തിൽ നിന്ന് നമുക്ക് കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നിത്യജീവൻ പ്രാപിക്കുവാൻ തക്കണം ദൈവം നമ്മളെ വിളിച്ചു വേർതിരിച്ചു. ആ നിത്യജീവന് വേണ്ടിയിട്ട് ഈ ദിവസങ്ങളിൽ ഓരോ സ്റ്റെപ്പും വെക്കുമ്പോൾ നമ്മുടെ ഉള്ളിലുണ്ടാവണം കർത്താവായ യേശു ക്രിസ്തുവിന്റെ ജീവൻ ആ ക്രൂശിൽ നമുക്ക് വേണ്ടി അർപ്പിച്ചത് കൊണ്ടാണ് ഇന്ന് നമ്മൾ ജീവനോടെ ഇരിക്കുന്നത്. ആ ഒരു പ്രത്യാശയും ആ വിശ്വാസവും ആ ദൈവസ്നേഹം ഉണ്ടെങ്കിലുണ്ടല്ലോ, നമ്മൾ ഈ ഭൂമിയിൽ എപ്പോഴും നമ്മുടെ സഹോദരങ്ങളെ സ്നേഹിക്കും അല്ലേ? ദൈവം നമ്മളെ സ്നേഹിച്ചു. നമ്മൾ സ്വന്തം ശരീരത്തെ പോലെ നമ്മുടെ സഹോദരങ്ങളെ സ്നേഹിക്കണം, നമ്മുടെ മാതാപിതാക്കളെ സ്നേഹിക്കണം. ഞങ്ങളുടെ 2 ഭവനത്തിൽ, എൻ്റെ ഹസ്ബൻഡിന്റെ ഭവനത്തിലെ എൻ്റെ ഹസ്ബൻഡിന്റെ പിതാവ് മരിച്ചുപോയി. അമ്മയുണ്ട്, 2 ജ്യേഷ്ഠന്മാരുണ്ട്, ഒരു അനിയനും 2 അനിയത്തിമാരും ഉണ്ട്. സമ്പത്തിന്റെ കാര്യത്തിൽ നോക്കിക്കഴിഞ്ഞാൽ സമ്പത്തിന് വേണ്ടിയിട്ട് ദൈവത്തിൽ ഒരിക്കലും അവരെല്ലാം കോടികളുടെ ആസ്തിയുള്ളവരാ. അതുകൊണ്ട് അവർ പറയുക എൻ്റെ ഭർത്താവിനും മെന്റലി എന്തോ പ്രോബ്ലം ഉണ്ടെന്നാണ് അവർ പറയുന്നത്. കാരണം മാനസിക വിഭ്രാന്തി വന്ന് അവനെ ഈ ബൈബിൾ എടുത്തുകൊണ്ട് അവനെ അവർ ബ്രെയിൻ വാഷ് ചെയ്ത് ഇങ്ങനെ ആക്കിയെന്നാ. അവർക്ക് സമ്പത്തിന് പ്രോബ്ലം ഒന്നുമില്ല. എല്ലാവരും നോക്കിക്കഴിഞ്ഞാൽ ഇഷ്ടം പോലെ സമ്പത്തുള്ളവരാ, ജ്യേഷ്ഠന്മാരും അനിയന്മാരും പെങ്ങന്മാരും എല്ലാം. പക്ഷേ ക്രിസ്തു അവരുടെ ഉള്ളു, ഈ ഭൂമിയിലേക്കേ ഉള്ളു. ഈ ലോകത്തിലുള്ളതെല്ലാം ഇവിടെ നശിച്ചു പോകും. ദൈവം പത്രോസിന്റെ ലേഖനത്തിൽ പറഞ്ഞ തീ കൊണ്ട് ഈ ഭൂമിയെ ശുദ്ധീകരിച്ചു പുതിയ ആകാശവും പുതിയ യെരൂശലേമിലേക്ക് നമ്മളെ കൊണ്ടുപോകാൻ. ഈ ശുദ്ധീകരിക്കുന്ന സമയത്ത് അതിൽ നശിച്ചു പോകാതെ ഈ ഭൂമിയിൽ എന്ത് നേടിയാലും ഈ ഭൂമിയിൽ ഇവിടെ കളഞ്ഞിട്ട് നമുക്ക് പോകും. നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന നിത്യജീവൻ, കർത്താവായ യേശുക്രിസ്തുവിനോടുള്ള സ്നേഹം, ആ വാസം, അതിനേക്ക് വേണ്ടിയിട്ടാണ് ദൈവം നമ്മളെ വിളിച്ചത്. അവിടെ ആർക്കും ഇതുവരെ ആ അനുഗ്രഹം ലഭിച്ചിട്ടില്ല. ഞങ്ങൾ എന്നും പ്രാർത്ഥിക്കുന്ന ഒരു വിഷയമാണ്, ദൈവമേ അവിടെ കടന്നുപോയിട്ട് അവിടെ ഒരു സുവിശേഷ വേല ഞങ്ങൾക്ക് ചെയ്യണം. ഈ കുവൈറ്റിൽ നിന്ന് കടന്നു പോയി കഴിഞ്ഞാൽ ഞങ്ങളുടെ സഹോദരങ്ങളെ വീണ്ടെടുക്കുവാൻ തക്കോണം നമ്മൾക്ക് വീണ്ടെടുപ്പ് പോലെ കൊടുക്കാൻ കഴിയില്ല. ഓൾറെഡി കർത്താവ് ക്രൂശിൽ കൊടുത്തു. അത് വിശ്വസിക്കുന്നവർക്കാണ് രക്ഷയുള്ളത്. അത് വിശ്വസിക്കാൻ അവരുടെ ഹൃദയം ഒന്ന് തുറക്കുവാൻ തക്കവണ്ണം ഈ ദിവസങ്ങളിൽ ഇടയാകണം. ഞങ്ങൾ എന്നും പ്രാർത്ഥിക്കുന്ന ഒരു വിഷയമാണ്. ഞങ്ങളുടെ ഏറ്റവും വിഷമം, അറ്റ്ലീസ്റ്റ് എൻ്റെ ഭവനത്തിൽ നിന്ന് ഇത്രയും പേരെ, എൻ്റെ അമ്മയുടെ അനിയത്തിയുടെ ഒരു മോനും കുടുംബവും വിശ്വാസത്തിലേക്ക് കടന്നു വന്ന്, എൻ്റെ ഉപ്പാപ്പൻ്റെ ഹാലിലെ അനിയത്തിയും കുടുംബവും ഒരു മംഗലാപുരത്ത് അവരെ സുവിശേഷം പറഞ്ഞ് എനിക്ക് അവരെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരാൻ ദൈവമായ കർത്താവ് സഹായിച്ചു. അങ്ങനെ അനേകർ എൻ്റെ കുടുംബത്തിൽ വിശ്വാസത്തിലേക്ക് കടന്നു വന്നു. എൻ്റെ ഭർത്താവിന്റെ ഭവനത്തിൽ ആരും ഇതുവരെ ആ ദേശത്ത് സുവിശേഷം എന്ന് പറഞ്ഞത് ഒന്ന് പറയാം. അവിടെ 2 ചർച്ചുകളിൽ ഞങ്ങൾ പോകാറുണ്ട്. IPCയിലെ ഒരു ചർച്ചിലും അസംബ്ലീസ് ഓഫ് ഗോഡിലെ 2 ചർച്ചിലെ ദേവദാസന്മാരെ ഞങ്ങൾക്ക് പരിചയമുണ്ട്. ഞങ്ങൾ അവിടെ പോകുമ്പോൾ ആരാധനയ്ക്ക് കടന്നു പോകാറുണ്ട്. എന്നാൽ അവരിത്ര കഷ്ടതയോടെ അവിടെ സുവിശേഷ വേല ചെയ്യുന്നു. എന്നും രോഗവും കഷ്ടവും പ്രയാസവും ശാരീരികമായിട്ട് അവിടെ സുവിശേഷം, ആ ദേശത്തിന്റെ ശക്തി അവരെ ഇങ്ങനെ അടക്കി വാഴുന്ന ഒരു ദേശമാണ് അവിടെ. ആലിലെ പാർട്ടി പ്രവർത്തനവും മറ്റുള്ളതും, പിന്നെ ഹൈന്ദവരും മുസ്ലിങ്ങളുമായിട്ടുള്ള ആൾക്കാർ, ക്രിസ്ത്യാനികൾ വളരെ കുറവാണ്. 3, 4, 10 പേരേ ഉള്ളൂ ഒരു ചർച്ചിനകത്ത്. വളരെ പ്രയാസത്തോടു കൂടി സുവിശേഷ വേല ചെയ്യുന്ന ദൈവദാസന്മാരെ ഞങ്ങൾക്കറിയാം. എന്നാൽ അനേക ദൈവദാസന്മാരെ സപ്പോർട്ട് ചെയ്യുവാനും സഹായിക്കാനും ദൈവം ഞങ്ങളെ അനുഗ്രഹിച്ച് സഹായിച്ചുകൊണ്ടിരിക്കുന്നു. അവർക്കെല്ലാം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും
സാമ്പത്തികമായിട്ടും ശാരീരികമായിട്ടും എല്ലാം സപ്പോർട്ടും ചെയ്യുവാൻ ദൈവം ഞങ്ങളെ അനുഗ്രഹിച്ചു. അതുകൊണ്ട് ഞങ്ങൾക്കറിയാം അവരുടെ പ്രയാസം. ചില സമയത്തൊക്കെ ചില ദൈവദാസന്മാരുടെ വേദനകൾ കാണുമ്പം ഞങ്ങൾ ഭാരപ്പെട്ടു പോയിട്ടുണ്ട്. അതേപോലെ കഷ്ടതയോടെ സുവിശേഷ വേല ചെയ്യുന്ന അനേക ദൈവമക്കളുണ്ട്. ഈ ദിവസങ്ങൾ അവർക്കെല്ലാം വേണ്ടിയിട്ട് ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം ദൈവമായ കർത്താവ് ഞങ്ങളെ സഹായിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ ഒരു വലിയ വിടുതൽ ആ ദേശത്തുണ്ടാകണം. ആ കണ്ണൂർ കാനായി ദേശത്ത് അവിടെയുള്ള എന്റെ കുടുംബത്തിൽ എന്റെ ഭർത്താവിന് അവിടെ സ്ഥലമൊക്കെ കിടപ്പുണ്ട്. പക്ഷെ ഞങ്ങൾ വിചാരിക്കുന്ന അവിടെ ഒരു ആലയം ഉയരണം. അതിനു വേണ്ടിയിട്ടാണ് ഞങ്ങളുടെ പ്രാർത്ഥന. ഞങ്ങൾ അവിടെ കടന്നു ചെന്നതിന് ശേഷം ഹല്ലേലൂയ ദൈവത്തിന്റെ പ്രവൃത്തി അവിടെ വെളിപ്പെടണം. അതിനു വേണ്ടിയിട്ട് ഞങ്ങൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ ദിവസങ്ങളിൽ നിങ്ങൾ ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിന്റെ രാജ്യത്തിന്റെ വ്യാപ്തിക്ക് വേണ്ടിയിട്ട് അവസാന ശ്വാസം വരെ നിലനിൽക്കുവാൻ തക്കവണ്ണം ഞങ്ങളെ കുടുംബമായിട്ട് ദൈവം സഹായിക്കണം. അതിനു വേണ്ടിയിട്ട് നിങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കണം. യോഹന്നാന്റെ 1 ജോൺ 4:19 വാക്യത്തിൽ അവൻ ആദ്യം നമ്മെ സ്നേഹിച്ചുകൊണ്ട് നാം സ്നേഹിക്കുന്നത്. ദൈവം സ്നേഹിച്ച് നമ്മുടെ ജീവൻ, ദൈവത്തിന്റെ ഹല്ലേലൂയ ജീവൻ നമുക്ക് തന്ന് നമ്മളെ വീണ്ടെടുത്തു. നമ്മൾ ആവർത്തന പുസ്തകം 7-ാം അധ്യായത്തിൽ പറയും, നമ്മൾ സംഖ്യയിൽ ഹല്ലേലൂയ വലിയ ജാതി ആയതുകൊണ്ടൊന്നല്ല നമ്മളെ തിരഞ്ഞെടുത്തത്, ദൈവം നമ്മളെ സ്നേഹിച്ചതുകൊണ്ട് നമ്മളെ തിരഞ്ഞെടുത്തു. ആ ദൈവത്തിന്റെ സ്നേഹം ഹല്ലേലൂയ എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിൽ പറയുന്ന സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളാലും നമ്മെ അനുഗ്രഹിച്ച് ക്രിസ്തുവിൽ നമ്മളെ പരിപൂർണരാക്കി നിർത്തുന്ന ആ ദൈവത്തിന്റെ സ്നേഹം ഈ ദിവസങ്ങൾ ആ ദൈവസ്നേഹത്തിനൊന്ന് വളർന്നു വരുവാൻ തക്കോണം ക്രിസ്തു എന്ന തലയോളം സകലത്തിലും വളർന്നു വന്ന് അനേകർക്ക് അനുഗ്രഹവും അനേകർക്ക് വിടുതലുമായി തീരുവാൻ തക്കോണം നമ്മളെ നമ്മുടെ കുടുംബങ്ങളെയും ദൈവം സഹായിക്കണം. അതിനു വേണ്ടിയിട്ട് ഈ ദിവസങ്ങളിൽ നമ്മൾക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. ഈ ദിവസങ്ങളിലെ ഓരോ നമ്മുടെ സഭ അല്ലെങ്കിൽ നമ്മുടെ ഭവനത്തിലെ ഭവനം ഒരു സഭയായി തീരണം. അപ്പൊ നമ്മുടെ സഭയ്ക്കകത്തും നമ്മുടെ ദേശത്തും വിടുതലുണ്ടാവും. ഞാൻ എപ്പോഴും ഓർക്കും നമ്മുടെ കുടുംബത്തിലെ അല്ലെങ്കിൽ നമ്മുടെ സഭയിലെ അല്ലെങ്കിൽ അനേക കുഞ്ഞുങ്ങൾ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെല്ലാം സ്നാനപ്പെട്ട ഞങ്ങളുടെ ചർച്ചിലുള്ള കുഞ്ഞുങ്ങൾക്കെല്ലാം ആത്മീയമായിട്ട് വളരുവാൻ തക്കോണം അവരെ അല്ലെങ്കിൽ ദൈവചരത്തിൽ വളർത്തിക്കൊണ്ടുവരുവാൻ തക്കോണം മാക്സിമം നമ്മളാൽ ആബോധം ചെയ്ത് നിങ്ങളെല്ലാം സുവിശേഷ ചെയ്യുന്ന കർത്താവിന്റെ ദാസന്മാരും ദാസിമാരുമാണ്. എന്നേക്കാൾ കൂടുതൽ നിങ്ങൾക്കറിയാം, വർഷങ്ങൾ എക്സ്പീരിയൻസ് ഉള്ള കർത്തദാസന്മാരാണ് എൻ്റെ മുന്നേ ഇരിക്കുന്നത്. എന്നാൽ ഞങ്ങൾ ഈ എളിയ ദാസിക്കും ദാസനും കുടുംബത്തിനും ദൈവം ഞങ്ങളെ ഈ ദേശത്ത് നിലനിർത്തി. കഴിഞ്ഞ 23 വർഷമായിട്ട് ഞാൻ ഈ കുവൈറ്റിലുണ്ട്. എന്നാൽ കുടുംബമായിട്ട് അനേക ഭവനങ്ങളിൽ കടന്നുപോയി സുവിശേഷം പറയുവാൻ അനേകരോട് ഒരു പ്രാവശ്യം ആദ്യമായിട്ട് ഞങ്ങൾ ഒരു ബൈബിൾ ക്ലാസ് അബ്ബാസിയിൽ തുടങ്ങാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ആദ്യം ഇതുപോലെ ഞങ്ങളുടെ ഹിന്ദുക്കളിൽ നിന്നുള്ള ചില ആൾക്കാരെ വിളിക്കാനായിട്ട് പോകുന്ന സമയത്ത് വലിയൊരു ആക്സിഡന്റ് ഉണ്ടായി. ഞങ്ങളുടെ വാഹനം പുറയിൽ നിന്ന് ഒരു വണ്ടി വന്നിടിച്ചു. ഞങ്ങളുടെ വണ്ടി പോയി ഫ്രണ്ടിൽ നിന്ന് ഇടിച്ചു. ഞങ്ങളുടെ വണ്ടി തകർന്നു പോയി, പിന്നെ ഉപയോഗിക്കാൻ പറ്റാത്ത വിധത്തിൽ. പക്ഷെ ഒരു പോറല് പോലും ഞങ്ങളുടെ ജീവന് പറ്റാതെ, ഞങ്ങൾക്കൊരു സ്ക്രാച്ച് പോലും ഇല്ലാതെ ദൈവമായ കർത്താവ് ഞങ്ങളെ സൂക്ഷിച്ചു. അപ്പൊ പോരാട്ടമുണ്ട്. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ ലോകത്തിലെ അന്ധകാര ശക്തികളോടും ലോകങ്ങളെ ദുഷ്ടാത്മസേനയാണ്. പക്ഷെ നമുക്ക് ദൈവം തന്നിരിക്കുന്ന നമ്മുടെ ആ പ്രാണനെ ദൈവം ഭണ്ഡാരത്തിലെ കെട്ടിവെച്ചിരിക്കുന്നു എന്ന് പറയുന്നത് ദൈവം നമ്മളെ സൂക്ഷിക്കും, നമ്മളെ വിളിക്കും. ഒരു ദിവസം കർത്താവായ യേശുക്രിസ്തു വന്നില്ലെങ്കിൽ നമ്മൾക്ക് ഇവിടുന്ന് കടന്നു പോകണം. അതുവരെ ക്രിസ്തുവിന്റെ രാജ്യത്തിന് വേണ്ടിയിട്ട് സന്തോഷത്തോടെ കഷ്ടങ്ങളിലും പ്രയാസങ്ങളിലും ദൈവത്തെ ആരാധിച്ചും സ്തുതിച്ചും സുവിശേഷം പറഞ്ഞ് മുന്നോട്ട് പോകുവാൻ ദൈവം നമ്മളെ സഹായിക്കണം. ഇത്രത്തോളം സമയം അനുവദിച്ചെന്ന കർത്താവിന്റെ ദാസനോടും കുടുംബത്തോടും ദൈവമക്കളോടുള്ള നന്ദി അറിയിക്കുന്നു. വീണ്ടും ദൈവരാജ്യത്തിന് വേണ്ടിയിട്ട് പ്രയോജനപ്പെടുവാൻ നമ്മളെ ദൈവമായിരിക്കുന്നിടത്ത് സഹായിക്കട്ടെ. എൻ്റെ അനിയത്തിയുണ്ട്, അവളെ വേണമെങ്കിൽ ഈ നിംപാസനും ആന്റിക്കും വിളിക്കാം. അവളുടെ സാക്ഷ്യം എന്ന് പറഞ്ഞാൽ ഒത്തിരി ഉണ്ടാവും. ഇതിൽ ഞാൻ എൻ്റെ സാക്ഷ്യം അധികം പറയാഞ്ഞത് ഇത്രയും സമയം ഞാൻ എടുത്തു. ആസാദിൽ എൻ്റെ ടെസ്റ്റിമണി ഉണ്ട്, ദീന വിജയൻ എന്ന് നിങ്ങൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കൊണ്ട് കിട്ടും. അത് ഫുള്ളി ഉണ്ട്. അത് നിങ്ങൾക്ക് കേൾക്കാനായിട്ട് ദൈവം സഹായിക്കട്ടെ. ഞങ്ങളെ കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കണം. സമയം അനുവദിച്ചെന്ന കർത്താവിന്റെ ദാസനും കുടുംബത്തിനും ദൈവമക്കളോടുള്ള നന്ദി അറിയിക്കുന്നു. ഈ ദിവസങ്ങൾ നിത്യസ്നേഹം കൊണ്ട് ദൈവം നമ്മെ സ്നേഹിച്ചു, അതുകൊണ്ട് ദയ ദീർഘമാക്കിയിരിക്കുന്നു. ആ ദൈവത്തിന്റെ ദയയിൽ ആശ്രയിച്ച് ഈ ദിവസങ്ങൾ നമ്മുടെ അവസാന ശ്വാസം വരെ ക്രിസ്തുവിന്റെ നാമത്തിന് വേണ്ടി രാജ്യത്തിന് വേണ്ടി നിൽക്കാൻ ദൈവം നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ. സ്തോത്രം. താങ്ക് യു. ദൈവം അനുഗ്രഹിക്കട്ടെ എല്ലാവരെയും.